എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ ഡൂഹിയും അതേപോലെ തന്നെ ഗോഡും കൂടി ചേർന്നിട്ട് പോലീസിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഡൂഹി ആണെങ്കിൽ അവിടെ കംപ്ലൈൻറ്റ് ചെയ്യും. പോലീസ് ആണെങ്കിൽ അവളെ പിടിച്ചെടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും, നിന്നെ ഇങ്ങനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആരായിരിക്കും റെഡി ആവുന്നേ എന്ന്. എന്നാൽ നമ്മുടെ ഡൂഹിയുടെ കയ്യിൽ ഒരാളുടെ പേര് മാത്രമല്ലായിരുന്നല്ലോ, അവളുടെ കയ്യിൽ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അവൾക്ക് തന്നെ അറിയത്തില്ല അവളെ ആക്രമിക്കാൻ വേണ്ടി നോക്കുന്നത് ആരാ എന്ന്. അതേസമയം നമ്മുടെ ഗുവോണിനെ കാണിക്കും. അവനാണെങ്കിൽ അവിടെയായിട്ട് ഭയങ്കര ഇറിറ്റേറ്റ് ആയിട്ടിരിക്കുമായിരുന്നു. അതായത് അവിടെയുള്ള ആൾക്കാരൊക്കെ അവനെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുമായിരുന്നു. നമ്മുടെ ഗുവോൺ പറയും, എനിക്ക് മനുഷ്യന്മാരെ അല്ലേലും കണ്ടൂടാ എന്ന് പറഞ്ഞിട്ട് അവൻ എവിടെ ഇരിക്കാൻ നേരത്ത് ഒരു പോലീസുകാരന് വേണമെങ്കിൽ ഒരു ചായ ഉണ്ടോന്ന് കൊടുക്കും. സത്യം പറഞ്ഞാൽ അതേ സമയം തന്നെ അവിടെ കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ടിരും. അക്കൂട്ടത്തിലായിട്ട് തൊപ്പി വെച്ചൊരു ലേഡിയോ ഉണ്ട്. അവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും പോലീസിന് അറിയത്തില്ലായിരുന്നു. അവരാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ കുടിക്കാൻ വെച്ചിരുന്ന ചായയില്ല അത് വന്നങ്ങ് തട്ടിയെടുക്കും. എന്നിട്ട് അത് കുടിച്ചുകൊണ്ട് പറയും, നിന്റെ ലൈഫ് ഇപ്പോൾ മൊത്തത്തിൽ അവതാളത്തിലാവാൻ പോവുക, നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ, നീ എന്തായിരുന്നാലും ഇതിനുള്ള വില കൊടുത്തേ പറ്റത്തോളം എന്നൊക്കെ അവരാണെങ്കിൽ ഒരു പരസ്പര ബന്ധമില്ല സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോണിനൊന്നും മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗുവോണും അതേപോലെ തന്നെ ഡൂഹിയും കൂടി കാറിനകത്ത് യാത്ര ചെയ്യുന്നേ. അവിടെ നമ്മുടെ ഗുവോൺ പറയും, നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ ദേഹത്തായിട്ട് ആ ആസിഡ് ഒഴിച്ചപ്പോൾ നിന്റെ കയ്യിലായിട്ടങ്ങനെ ആസിഡ് വീണ്ടിരുന്നെങ്കിൽ ആ ടാറ്റു മാഞ്ഞു പോകത്തില്ലായിരുന്നോ, എങ്കിൽ നീ എന്തോ ചെയ്താനേ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹി ആണെങ്കിൽ അവരുടെ ചോദിക്കും, സത്യം പറ, നീ യഥാർത്ഥത്തിൽ ഡീമൻ തന്നെ ആണോ? അപ്പോൾ നമ്മുടെ ഗുവോൺ ചോദിക്കും, നിനക്ക് എന്താ അങ്ങനെ ഒരു ഡൗട്ട്? അപ്പോൾ അവൾ പറയും, ഈ ഡീമൻസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്രൂരന്മാരല്ലേ. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, ആരാ അങ്ങനെ പറഞ്ഞേ? ഞാനാണെങ്കിൽ ഭയങ്കര കൈൻഡ് ഹേർട്ടഡ് ആണ്. ഞാനാണെങ്കിൽ മനുഷ്യന്മാർക്ക് അവർ ചോദിക്കുന്ന എല്ലാ വരവും കൊടുക്കും, പകരം അവരുടെ കയ്യിൽ നിന്നൊരു എഗ്രിമെന്റ് എഴുതി വാങ്ങിക്കും, അത്രേ ഉള്ളൂ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹി പറയും, നീ ആരോ ആയിക്കോട്ടെ, എന്തായിരുന്നാലും എനിക്കൊരു കാര്യം കൺഫേം ആയി, നിന്റെ കയ്യിൽ കുറച്ച് പവേഴ്സ് ഉണ്ട് എന്ന്. അതും പോരാഞ്ഞ് നിന്റെ കയ്യിലുള്ള പവേഴ്സ് എല്ലാം ഇപ്പൊ എന്റെ കയ്യിൽ ഈ ടാറ്റൂലാണെന്നും എനിക്കറിയാം, അതുകൊണ്ടല്ലേ നീ ഇപ്പൊ എന്റെ ചുറ്റിനും ഇങ്ങനെ കറങ്ങി നടക്കുന്നേ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോണാണെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ഉടനെ തന്നെ നമ്മുടെ ഡൂഹി പറയും, എനിക്കൊരു കാര്യം മനസ്സിലായി, നിനക്കാണെങ്കിൽ എൻ്റെ കൂടെ എപ്പോഴും ക്ലോസ് ആയിട്ട് നിൽക്കണം എന്ന്. അതായത് നീ എൻ്റെ ഫ്രണ്ടും അല്ല എൻ്റെ ബോയ് ഫ്രണ്ടും അല്ല, അപ്പം നീ എന്തിൻ്റെ പേരിൽ എൻ്റെ കൂടെ നടക്കും? നിനക്കാണെങ്കിൽ എന്നെ സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ. ഇല്ല, ഞാൻ ചത്തുപോയി കഴിഞ്ഞാൽ നിന്റെ ടാറ്റു എൻ്റെ കൂട്ടത്തിൽ പോകത്തില്ലേ, അപ്പം നിന്റെ പവേഴ്സ് നഷ്ടമാവും. ഞാനാണെങ്കിൽ നല്ലൊരു ഡീല് പറയാം, നീ എൻ്റെ ബോഡി ഗാർഡായിട്ടിരിക്കുക, അപ്പോൾ നിനക്ക് നിന്റെ പവേഴ്സും കിട്ടും, എനിക്കാണെങ്കിൽ എൻ്റെ ജീവനെ സംരക്ഷിക്കാൻ പറ്റും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോൺ ഭയങ്കര ഷോക്കാവും. നമ്മുടെ ഡൂഹി പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ അവനാണെങ്കിൽ അവളുടെ ബോഡി ഗാർഡായിട്ട് ഇരിക്കുക എന്നുള്ള കാര്യം സങ്കല്പിക്കാൻ കൂടി പറ്റത്തില്ല. അവൻ പറയും, ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീയുടെ ബോഡി ഗാർഡായിട്ടിരിക്കാനോ? അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, നിനക്കെന്നെ സംരക്ഷിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാൽ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആൻസറും കൊടുക്കത്തില്ല. അവനിരുന്നൊന്ന് ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് ഇവളെയാണെങ്കിൽ ഇവളുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ട് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് അവൻ പറയും, നിന്നെ ഞാൻ നിന്റെ വീടിന്റെ വാതക്ക് വരെ കൊണ്ടാക്കാന്ന്. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, കണ്ടോ കണ്ടോ, നീ ഇപ്പോഴും എൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ്, അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ അടുത്ത് എൻ്റെ ബോഡി ഗാർഡ് ആവാൻ പറഞ്ഞേക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ടൈമിൽ നമ്മുടെ ഡൂഹിനെ ആരാണോ ആസിഡ് ഒഴിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയത് അതേ ആൾ അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഡൂഹിനെ ആദ്യമേ കൊല്ലാൻ നോക്കിയത് ആരാണോ അതേ ആൾ തന്നെയാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഗുവോൺ ഡൂഹിയുടെ കൂടെ ഉള്ളത് കണ്ടിട്ട് അവനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്ന് അവൻ തിരിച്ചു പോയി അവൻ്റെ വീട്ടിൽ പോയിരുന്നു ഭയങ്കരമായിട്ട് നിലവിളിക്കും. സത്യം പറഞ്ഞാൽ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവനാണെങ്കിൽ സാധാരണ ആളല്ല, ഒരു സൈക്കോയാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗുവോണിനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ ഓഫീസിൽ പോയിട്ട് അവൻ്റെ ആ മിസ്റ്റർ പാർക്കില്ല അയാളുടെ അടുത്തിരുന്ന കാര്യങ്ങളൊക്കെ പറയും. എന്നാലും ആ പെണ്ണിൻ്റെ കയ്യിൽ എങ്ങനെയാണ് എൻ്റെ കുരിശു പോയത്? അവളെ കാരണം എനിക്കിപ്പോൾ ഒരു സ്വസ്ഥതയില്ല, അവൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ബോഡി ഗാർഡ് ആവണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് കേൾക്കുന്നേ മിസ്റ്റർ പാർക്ക് പറയും, അവൾ പറഞ്ഞത് നല്ലൊരു ഓഫറാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഡീമൻ എന്നുള്ള ആ ബുക്കില്ലേ അതിനകത്തും പറയുന്നുണ്ട്, പണ്ടാണെങ്കിൽ നിങ്ങളും അതേപോലെ തന്നെ മനുഷ്യന്മാരും എല്ലാം ഒരുമിച്ചാണ് ജീവിച്ചിരുന്നേ. ഈ ഡീമൻ്റെ മെയിൻ ജോലി തന്നെ മനുഷ്യന്മാരെ രക്ഷിക്കുക, അവരെ ആപത്തിൽ നിന്ന് സഹായിക്കുക എന്നൊക്കെയായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോൺ പറയും, എനിക്കൊന്നും ആ ബുക്കിലുള്ള കണക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല, എനിക്കാണെങ്കിൽ പുതിയൊരു ഡീലാക്കിയേ പറ്റത്തുള്ളൂ, ഇപ്പോഴാണെങ്കിൽ എൻ്റെ കയ്യിൽ പവറും ഇല്ല, ഞാനിപ്പോൾ എന്തോ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗുവോൺ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കും. എന്നിട്ട് അവൻ പറയും, ഇനി അവളെങ്ങാണം വേറെ ആർക്കെങ്കിലും ചെന്ന് പറഞ്ഞു കൊടുക്കും ഞാനൊരു ഡീമനാണ് എന്ന്. സത്യം പറഞ്ഞാൽ പണ്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരു പെണ്ണിനെ ഞാൻ നേരിട്ട് കണ്ടായിരുന്നു, അവളാണെങ്കിൽ എല്ലാവർക്കും ചെന്ന് വിളിച്ചു കൂവി കൊടുത്തു ഞാൻ എങ്ങനെയുള്ള ക്യാരക്ടർ എന്നൊക്കെ. അവസാനം ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അവളുടെ മെമ്മറീസ് എന്നെ എറേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇതൊക്കെ കേൾക്കുന്ന ആ പാർക്ക് പറയും, നിങ്ങളുടെ കയ്യിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, ഇനി അവൾ ആരത്തേലും ഇക്കാര്യമൊക്കെ റിവീൽ ചെയ്താൽ എൻ്റെ കയ്യിൽ അവളുടെ മെമ്മറി വായിക്കാനുള്ള പവർ പോലും ഇല്ലല്ലോ എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ഡൂഹിയാണെങ്കിൽ അവന് മെസ്സേജ് അയക്കും. എന്നിട്ട് ചോദിക്കും, ബോഡി ഗാർഡ് ആവുന്നതിനെ പറ്റി നീ എന്താ തീരുമാനിച്ചതെന്ന്? നീ എൻ്റെ ബോഡി ഗാർഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോയി ഈ ടാറ്റു അങ്ങ് എറൈസ് ചെയ്ത് കളയും. ലേസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടിരിക്കുക. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൂഹി ഇതൊക്കെ അവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവളങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് അതിനകത്തൊരു ന്യൂസ് പ്ലേ ആവും. അതായത് ഇവളെ നേരത്തെ ഒരാൾ കോൾ ചെയ്തില്ലായിരുന്നോ, അയാൾ സൂയിസൈഡ് ചെയ്തതാ എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൂഹി അത് വിശ്വസിക്കുന്നില്ല.
വേഗം തന്നെ അവളാണെങ്കിൽ മേഡം ജൂനെ വിളിച്ചിട്ട് കാര്യം പറയും. ഇതേപോലെ നിങ്ങളുടെ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നെ കോൾ ചെയ്തായിരുന്നു, എന്നാൽ അയാൾ ഇപ്പോൾ സൂയിസൈഡ് ചെയ്തു എന്നാ പറയുന്നത്, എനിക്കതിൽ എന്തോ ഡൗട്ട് ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്ന മേഡം ജൂ പറയും, നീ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, ഞാൻ അതിനെപ്പറ്റി ഒന്ന് തിരക്കട്ടെ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന മേഡം ജൂ ആണെങ്കിൽ അവരുടെ സെക്രട്ടറിനെ വിളിച്ചിട്ട് ഓർഡർ ചെയ്യുന്നതാ, അതായത് 10 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള എല്ലാ ഡോക്യുമെന്റ്സും എൻ്റെ മുമ്പിലായിട്ട് എത്തണം എന്ന്. അവരങ്ങനെ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കും. എന്നാൽ ഇതിനകത്ത് എല്ലാത്തിലും ഓരോരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഗുവോൺ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പെട്ടെന്ന് തന്നെ പാർക്ക് വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റി, നിങ്ങളുടെ മൂഡ് നിന്ന് നല്ലതാണെന്നല്ലോ. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, എനിക്കാണെങ്കിൽ ഒരു കാര്യം മനസ്സിലായി, അതായത് ആ പെണ്ണിൻ്റെ കയ്യിൽ ഒരു പ്രത്യേക ദിവസമല്ലേ എൻ്റെ ടാറ്റു അങ്ങോട്ട് ട്രാൻസ്ഫർ ആയത്, അതേപോലെ തന്നെ ഒരു പ്രത്യേക ദിവസം നോക്കി അവളുടെ കയ്യിൽ നിന്ന് ആ ടാറ്റു ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും. അതായത് പൂർണ്ണചന്ദ്രനുള്ള ദിവസം ഇന്ന ഓരോരോ കണ്ടീഷനൊക്കെ അവൻ പറയും. അങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പെട്ടെന്ന് തന്നെ അവൻ്റെ കൈ അങ്ങ് കത്തും. നമ്മുടെ ഗുവോണിന് മനസ്സിലാവാതെ പെട്ടെന്ന് എവിടെ നിന്നാ ഇങ്ങനൊരു സ്മെല്ല് വരുന്നതെന്ന് നോക്കുമ്പോൾ എന്തോ അവൻ്റെ വിരലിനത് നല്ലതുപോലെ തീ കത്തുവാണ്. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ യൂൻ വരും. യൂനെ വന്നിട്ടാണെങ്കിൽ നമ്മുടെ ഗുവോണിൻ്റെ ദേഹത്തായിട്ട് വെള്ളം കോരി ഒഴിക്കും, അതായത് ആ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട്. അവനേ മനസ്സിലാവത്തില്ല ഈ തീ ഇപ്പം എങ്ങനെയാ വന്നേന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൺ വിചാരിക്കും, എന്തായിരുന്നാലും എനിക്ക് വേഗം തന്നെ വേറൊരു ടാർഗറ്റിനെ കണ്ടുപിടിച്ചേ പറ്റൂ, ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ദേഹം തന്നെ കത്തി എരിഞ്ഞു പോവും എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ വേഗം തന്നെ അവളുടെ ബോഡി ഗാർഡ് ആവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുവോൻ്റെ കയ്യിൽ വേറൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഒരു പാത്രത്തിനകത്തായിട്ട് കുറച്ച് ഐസ് ക്യൂബൊക്കെ എടുത്തിട്ട് അതും കൊണ്ട് നമ്മുടെ ഡൂഹിനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലും. ഈ ഐസ് ക്യൂബ് എടുത്ത് വെച്ചിരിക്കുന്നതിന് അവളെ കാണാൻ ചെല്ലുമ്പോൾ അവൻ്റെ കയ്യങ്ങാണം തീ കത്തിക്കഴിഞ്ഞാൽ അത് വേഗം തന്നെ അണയ്ക്കണ്ടേ. അങ്ങനെ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യും. രണ്ടുപേരും കാർ പാർക്കിങ്ങിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ചോദിക്കും, ഇന്നലെ വരെ നിനക്ക് എൻ്റെ ബോഡി ഗാർഡ് ആവുണ്ടായിരുന്നല്ലോ, പിന്നെ ഇപ്പോൾ എന്താ പെട്ടെന്നൊരു മനം മാറ്റം? അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, അത് എനിക്കെൻ്റെ പവേഴ്സ് വേണമല്ലോ, നീ എന്തായിരുന്നാലും പറഞ്ഞതൊരു നല്ല പോയിൻ്റാണ്, എനിക്ക് നിന്നെ സംരക്ഷിക്കുകയും ചെയ്യാം, എനിക്കെൻ്റെ പവേഴ്സും കിട്ടും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൻ്റെ കൈ വീണ്ടും കത്താൻ തുടങ്ങും. അവനാണെങ്കിൽ നമ്മുടെ ഡൂഹി ശ്രദ്ധിക്കാതെ അവൻ്റെ കൈ എടുത്ത് ആ പാത്രത്തിൻ്റെ വെള്ളത്തിനകത്തോട്ട് എടുത്തങ്ങ് വയ്ക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹിക്ക് മനസ്സിലാവും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അപ്പോൾ അവൾ ചോദിക്കും, നീ എന്തോ എൻ്റെ അടുത്തൊന്ന് മറയ്ക്കുന്നത്? വേഗം തന്നെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ആ പാത്രം തട്ടി അങ്ങ് മാറ്റും. എന്നിട്ട് പറയും, ഏയ് അങ്ങനെയൊന്നുമില്ല, നമുക്ക് വേഗം തന്നെ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് അവനാണെങ്കിൽ മറ്റേ അവൻ എപ്പോഴും നിൽക്കുന്ന ആ ഒരു ക്ലോക്ക് ടവർ ഇല്ലേ അവിടേക്ക് കൊണ്ടുവരും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ടാർഗറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഡൂഹിക്കാണെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലല്ലോ. അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോയായിരുന്നു. അവൾ ചോദിക്കും, നീ എന്നെയും കൊണ്ട് എന്തിനാ ഇവിടേക്ക് വന്നേ എന്ന്. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, നീ ഒന്ന് അടങ്ങിയിരിക്കും, ഞാൻ നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നേന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ അവൻ്റെ ടാർഗറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അവൻ്റെ 2 കൈയും എരിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയായിരുന്നു. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ അവൻ്റെ ടാർഗറ്റിനെ കണ്ടുപിടിച്ചിട്ട് അവനും അവളും കൂടി വേഗം തന്നെ ഒരു ഹോസ്പിറ്റലായിട്ട് വരും. എന്നിട്ട് നമ്മുടെ ഗുവോൺ പറയും, നീ ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന തണുത്ത വെള്ളം എടുത്തു വെച്ചോ, എന്തായിരുന്നാലും ആവശ്യം വരുമെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ ഒന്ന് നോക്കുമ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ഒരു ആളുടെ അടുത്ത് പറയുവാണ്, നിങ്ങളുടെ മോളുടെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര ക്രിട്ടിക്കലാണ്, അവളിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലായെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോണും അതേപോലെ തന്നെ ഡൂഹിയും കൂടി ഒരു വാർഡിൻ്റെ അകത്തായിട്ട് കയറി വരും. എന്നിട്ടാണെങ്കിൽ നോക്കുമ്പോൾ എന്തോ അവിടെയായിട്ടൊരു അമ്മ ഇരുന്ന് കരയുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൺ പറയും, നിങ്ങളുടെ മോളെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ, പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യണം. ഇത് കേൾക്കുന്നേ ആ ലേഡി ചോദിക്കും, അതിന് നിങ്ങളാരാ, നിങ്ങളെന്തോ ഇവിടെ എടുക്കുന്നത്? അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, ഞാനൊരു ഡീമനാണ്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ ജീവൻ തിരിച്ചു തരാം, പക്ഷേ പകരമായിട്ട് നിങ്ങൾ എൻ്റെ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യണം. അതിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഹെല്ലിലോട്ട് പോകും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹി ഭയങ്കര ഷോക്കായിപ്പോൾ. അവൾ ചോദിക്കും, നിങ്ങൾ എന്തുവാ ഈ കാണിക്കുന്നേ എന്ന്. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, നീ ഇതിനകത്ത് തലയിടാണ്ടിരിക്കുന്നത് തന്നെയാണ് നിനക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ആ കൊച്ചിൻ്റെ ഹെൽത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത് കേൾക്കുന്നേ ആ പെണ്ണിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവും. അവർ പറയും, ഓക്കെ ഞാൻ ഹെല്ലിലോട്ട് പോകാൻ റെഡിയാണ് എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹി പറയും, അവർക്ക് കുറച്ചുകൂടി ചിന്തിക്കാൻ വേണ്ടി സമയം കൊടുക്കുക. എന്നാൽ നമ്മുടെ ഗുവോൺ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. വേഗം തന്നെ ഒരു എഗ്രിമെൻ്റ് എടുത്തിട്ട് അതിനകത്ത് സൈൻ ചെയ്ത് വാങ്ങിക്കും. അക്കൂട്ടത്തിൽ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ശ്രദ്ധിക്കും, അതായത് അവൻ്റെ കൈ നല്ലതുപോലെ എരിയുന്നേ അവൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ഈ ഗുവോൺ ആണെങ്കിൽ അവൻ്റെ ദേഹം കത്തിയിരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് ഇങ്ങനൊരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യിപ്പിക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗുവോണും അതേപോലെ തന്നെ ഡൂഹിയും കൂടി പുറത്തോട്ട് വരുന്നതാണ്. ഗുവോൺ ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ ഇപ്പോൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിച്ചല്ലോ, അതുകൊണ്ട് തന്നെ അവൻ്റെ ദേഹം ഇനി കത്തിപ്പോത്തില്ല. ഇത് കാണുന്നത് നമ്മുടെ ഡൂഹി അവനെ പുച്ഛത്തോടെ നോക്കിയിട്ട് പറയും, നീ എന്തായിരുന്നാലും ഈ കാണിച്ചത് ഒട്ടും ശരിയായില്ല, നിന്റെ ദേഹം കത്തി എരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നീ ഒരാളെ ഹെല്ലിലോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടല്ലേ നോക്കുന്നേ. അപ്പം നമ്മുടെ ഗുവോൺ പറയും, അതിനിപ്പോൾ എന്താ, അവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുത്തിട്ടല്ലേ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒരു എഗ്രിമെൻ്റ് എഴുതി വാങ്ങിക്കുന്നത്. ആ കൊച്ചിൻ്റെ ജീവൻ ഞാൻ രക്ഷിച്ചു, അതുകൊണ്ട് തന്നെ അവളിനി നല്ലതുപോലെ ജീവിക്കും. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, അങ്ങനെ ചെയ്താലും ആ പെൺകൊച്ച് വളർന്ന് വലുതാകുമ്പോൾ അവൾ അറിയത്തില്ല അവളുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്തു എന്ന്. അപ്പോൾ ആ പെൺകൊച്ചിന് എന്തുമാത്രം വിഷമം തോന്നും. ഉടനെ നമ്മുടെ ഗുവോൺ പറയും, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഞാനൊരു ഡീമനാണ്, എൻ്റെ ജോലി
ജോലി മെയിനായിട്ട് ഇതാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ ഡൂഹിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൾ അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങും. ഉടനെ തന്നെ നമ്മുടെ ഗുവോൺ ചോദിക്കും, നീ എനിക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് പറഞ്ഞതാ, ഞാൻ ഇതേപോലെ നല്ല ഡീലിങ്സ് ഒക്കെ ആക്കി കഴിഞ്ഞാൽ വേഗം തന്നെ പോയി നല്ലൊരു കേക്ക് കഴിക്കാറാ പതിവ്. എന്നാൽ നമ്മുടെ ഡൂഹി ആണെങ്കിൽ അവിടെ നിന്ന് ദേഷിച്ചു പോകും. എന്നിട്ട് പറയും, നിന്നെ പോലൊരു ആളുടെ കൂടെ എനിക്കിനി നിൽക്കണ്ട, നീ എൻ്റെ ബോഡി ഗാർഡ് ആവേം വേണ്ട, എനിക്ക് നിൻ്റെ ഒരു പ്രസൻസിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോകാനൊരുങ്ങും. നമ്മുടെ ഗുവോൺ അവിടെ പുറകെ പോകും. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, വേണ്ട, ഇനി എന്നെ ഒരിക്കലും ഫോളോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, സത്യം പറഞ്ഞാൽ ഈ മനുഷ്യന്മാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ സെൽഫിഷ്, നിങ്ങളാണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, എനിക്ക് ഇങ്ങനത്തെ ഫീലിങ്സിൻ്റെ ഒടൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ, അതിന് വേണ്ടിയിട്ട് എന്ത് വില കൊടുക്കണമെന്നൊന്നും ചിന്തിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവിടെ നിന്ന് ഓരോന്ന് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ മേഡം ജൂനെയാണ്. അവരാണെങ്കിൽ നമ്മുടെ ആ സീരിയൽ കില്ലർ ഇല്ലേ, അവന്റെ ബോസ് ആരാണോ അവനെ പിടിച്ചെടുത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് മേഡം ജൂ പറയും, നിന്റെ തെറ്റുകളൊക്കെ ഇപ്പൊ അതിര് കടന്നിട്ടുണ്ട്, നീ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരാളെ കൊന്നില്ലേ, അത് നിന്റെ തെറ്റ് മറയ്ക്കാനായിട്ടാണ് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, ഇനി മേലെ ഇങ്ങനെയുള്ള ഒരു പരിപാടിയും കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേഡം ജൂ ആണെങ്കിൽ അവനെ വാൺ ചെയ്ത് വിടും. അവന്റെ കയ്യിലായിട്ടൊരു ഗ്ലൗസും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ലൈറ്ററും ഉണ്ട്, ഇത് രണ്ടും മാത്രമേ നമ്മളെ കാണിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവന്റെ കേക്ക് അവന്റെ ഓഫീസിൽ ഇരുന്ന് നല്ലതുപോലെ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാർക്ക് അവിടേക്ക് വരും. എന്നിട്ട് പറയും, സർ, ഞാനാണെങ്കിൽ നിങ്ങൾ അന്ന് വെള്ളത്തിൽ വീണ സമയത്തുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ തിരക്കി കണ്ടുപിടിച്ചിട്ടുണ്ട്. അന്ന് ഒരു 12:30 സമയമായിരുന്നു, പോരാത്തിന് വെള്ളം നല്ല തണുത്തതും ആയിരുന്നു, അന്ന് പൂർണ്ണചന്ദ്രനായിരുന്നു. നിങ്ങൾ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനും അതേപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറും വെച്ച് നോക്കുവാണെങ്കിൽ ഇനി അതേപോലത്തെ ഒരു സമയം വരുന്നത് അടുത്ത മാസമായിരിക്കും. അടുത്ത മാസം വരെ നിങ്ങൾ പവർ ഇല്ലാതെ ഇരുന്നേ പറ്റത്തുള്ളൂ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോൺ ഭയങ്കര ഷോക്കാകും. അപ്പോൾ നമ്മുടെ ഈ പാർക്ക് പറയും, അതിനിപ്പോൾ എന്താ പ്രശ്നം, നിങ്ങൾ എന്തായിരുന്നാലും ഡൂഹിയുടെ കൂടെ ബോഡി ഗാർഡായിട്ടിരിക്കാമെന്ന് ഓൾറെഡി വാക്ക് കൊടുത്തല്ലേ. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, ഇല്ല, അവളിപ്പോൾ എന്നെ അടിച്ച് പുറത്താക്കിയ, അവൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലൊരു ഡീമനെ അവളുടെ ബോഡി ഗാർഡായിട്ട് വേണ്ട എന്നാ. ഞാനെന്ത് തെറ്റാ ചെയ്തത്, മനുഷ്യന്മാർ ചോദിക്കുന്ന ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുത്തു, അല്ലാതെ ഞാനവിടെ സെൽഫിഷ് ആയതൊന്നുമില്ല, അതിന് വേണ്ടിയിട്ട് അവരൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ടതായിട്ട് വരും, അത്രയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അവൻ ഭയങ്കര കൂളായിട്ടിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഗുവോൻ്റെ മൈൻഡിൽ ഓരോരോ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഡൂഹീനെയാണ്. അവളാണെങ്കിൽ അവളുടെ സെക്രട്ടറി ആയിട്ടുള്ള ഷിന്നിൻ്റെ അടുത്ത് പറയും, അതായത് എനിക്കിപ്പോൾ ബോഡി ഗാർഡൊന്നുമില്ല, ഞാൻ ഇനി എന്നെ സ്വന്തമായിട്ട് എന്നെ സംരക്ഷിച്ചോളാം എന്ന്. പെട്ടെന്ന് തന്നെ ഷിന്നാണെങ്കിൽ അവൾക്ക് വന്നിട്ട് കുറച്ച് ഉപകരണങ്ങളൊക്കെ എടുത്തു കൊടുക്കും, അതായത് സ്വയമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഷിന്നാണെങ്കിൽ അതൊക്കെ നല്ലതുപോലെ നോട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗുവോണിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അവൻ്റേതായിട്ടുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ വിചാരിക്കും, അതായത് നമ്മുടെ ഡൂഹി പറഞ്ഞ കാര്യം, നീ ഭയങ്കര സെൽഫിഷാണ്, നീ മറ്റുള്ളവരെ പറ്റി ആലോചിക്കുന്നേ ഇല്ല എന്ന്. അങ്ങനെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡയറക്റ്റായിട്ട് മറ്റേ ഹോസ്പിറ്റലിൽ രക്ഷിച്ച ആ പെങ്കൊച്ചില്ലേ അതിനെ കാണാൻ വേണ്ടിയിട്ട് വരും. ആ കൊച്ചാണെങ്കിൽ നേരെ നമ്മുടെ ഗുവോൻ്റെ ദേഹത്ത് വന്ന് ഇരിക്കും. അപ്പോൾ നമ്മുടെ ഗുവോൺ ചോദിക്കും, മോളെ നിനക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ എന്ന്. അപ്പോൾ ആ പെങ്കൊച്ചാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയും. ഉടനെ തന്നെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവളുടെ അടുത്ത് എന്തെങ്കിലും ഒരു വിഷ് ചോദിക്കും. ആ കൊച്ച് അങ്ങനെ നേരെ നമ്മുടെ ഗുവോൻ്റെ ചെവിയിലായിട്ട് വന്നിട്ട് പറയും, എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന്. അതേപോലെ തന്നെ അവളുടെ പേരൻസ് അവിടേക്ക് വരും. സത്യം പറഞ്ഞാൽ ആ കൊച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ ഗുവോൺ ഭയങ്കര ഒരു ഷോക്കായി പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ഫീലിംഗ് എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചു വിചാരിക്കുന്നത് അതിൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണമെന്ന്, എന്നാൽ അതിൻ്റെ അച്ഛനും അമ്മയും വിചാരിക്കുന്നത് ഈ കൊച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണമെന്ന്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് തന്നെയല്ലേ വിചാരിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതാ. അവൾ അങ്ങനെ മീറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നോക്കുന്നതും അവിടെയായിട്ട് നമ്മുടെ ഗുവോൺ ഇന്നലെ രക്ഷിച്ച പെങ്കൊച്ചില്ലേ അതാണെങ്കിൽ എൻ്റെ പേരൻസുമായിട്ടിരുന്ന് ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുക. ഇത് കാണുന്നേ നമ്മുടെ ഡൂഹി ഭയങ്കരമായിട്ട് അതിശയിച്ചു പോകും. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുവോൺ ചെയ്തത് എത്രയൊക്കെ പറഞ്ഞാലും ഒരു നല്ല കാര്യം തന്നെയല്ലേ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹിക്കാണെങ്കിൽ അവളുടെ പേരൻസിനെയൊക്കെ ഓർമ്മ വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവൾ കാറിൽ യാത്ര ചെയ്ത് വരുന്നതാണ്. നല്ല മഴയും ഉണ്ടായിരുന്നു. അവൾ കാറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതും കറക്റ്റായിട്ട് ഒരാൾ കുടയും പിടിച്ചോണ്ട് വരും. അത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുവോൺ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഗുവോണിനെ ഡൂഹിയുടെ സെക്രട്ടറി ഇല്ലേ ഷിന്ന്, അവരിപ്പോൾ ബോഡി ഗാർഡായിട്ട് അപ്പോയിന്റ് ചെയ്തായിരുന്നു. അങ്ങനെ അവൻ പറയും, എന്തായിരുന്നാലും എന്നെ ബോഡി ഗാർഡായിട്ട് വിളിച്ചതിന് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അവനങ്ങനെ ഓഫീസിലോട്ട് വരും. അവിടെ ആണെങ്കിൽ അവൻ വന്നിട്ട് ചോദിക്കും, ഞാൻ എങ്ങനെയാണ് അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, എനിക്ക് എന്തൊക്കെ ഉപകരണമാണ് കിട്ടുന്നത്. അപ്പോഴാണെങ്കിൽ ഷിന്ന് വന്നിട്ട് ഒരു 2 ബുക്ക് എടുത്തുകൊണ്ടെന്ന് കൊടുക്കും. എന്നിട്ട് പറയും, ഇത് മൊത്തം ഇരുന്ന് വായിച്ച് പഠിച്ചോണോ എന്ന്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷിന്ന് പറയും, നീ ഇത് പഠിച്ചിട്ട് വേണം നമ്മുടെ ബോസിനെ നല്ലതുപോലെ പ്രൊട്ടക്ട് ചെയ്യാനെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗുവോൺ അവിടെ നിന്ന് ഇതെല്ലാം വായിച്ച് നോക്കുന്നത്. നമ്മുടെ ഡൂഹിയുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള കൊളീഗ്സ് ഇല്ലേ അവരെല്ലാവരും വന്നിട്ട് നോക്കും, എന്നാലും ഇത് ആരാ പുതിയ സ്റ്റാഫ് എന്ന്. അക്കൂട്ടത്തിലൊരു പെണ്ണിനാണെങ്കിൽ നമ്മുടെ ഗുവോണിൻ്റെ അടുത്ത് ഭയങ്കര ക്രഷും അടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഗുവോൺ ആണെങ്കിൽ നമ്മുടെ ഡൂഹിനെയും കൊണ്ട് കാറിൽ യാത്ര ചെയ്യുന്നത്. അവനിപ്പോൾ അവളുടെ ബോഡി ഗാർഡ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെയാണല്ലോ അവൾ യാത്ര ചെയ്യുന്നത്. അവിടെ
അവിടെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ചോദിക്കും, അല്ല നിന്നെ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നീ വീണ്ടും ഇവിടുത്തെ ബോഡി ഗാർഡ് ആവാൻ വേണ്ടി തന്നെ തീരുമാനിച്ചത് എന്താ? അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലാണെങ്കിൽ ഒരു പ്രശ്നം ഇല്ലാണ്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ ഇവിടുത്തെ ബോഡി ഗാർഡ് ആവാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ അവൻ എത്ര വയസ്സുണ്ട്, അവൻ എപ്പോഴാണ് ഡീമൻ ആയത്, എങ്ങനെയാണ് ഡീമൻ ആയത്, അങ്ങനെയുള്ള ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ പറയാൻ തുടങ്ങും, ഞാൻ 200 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ഡീമൻ ആയത്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമേ നിങ്ങളെപ്പോലൊരു ഹ്യൂമൻ ആയിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ ഹ്യൂമനൊന്നും അല്ലായിരുന്നു, കുറച്ച് പവർ കൂടിയേനവായിരുന്നു. അതുകൊണ്ടാണല്ലോ ദൈവം എന്നെ അണ്ടർഗ്രൗണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലി തന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹി പറയും, ഓഹോ അങ്ങനെയായിരുന്നോ, നീ അത്രയ്ക്ക് സ്പെഷ്യൽ ആയിരുന്നോ എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവനെ കളിയാക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു കാലം യാത്ര ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹിക്ക് മേഡം ജൂൻ്റെ അടുത്ത് നിന്ന് ഒരു മെസ്സേജ് വരും. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിയേർഡായിട്ടുള്ള മെസ്സേജ് ആയിരുന്നു. അതായത് ഞാൻ നിന്നെ ഇപ്പോഴും ലവ് ചെയ്യുന്നു എന്നുള്ള രീതിക്കുള്ള മെസ്സേജാണ് വന്നേക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹിക്ക് ഒരു നെഗറ്റീവ് അടിച്ചിട്ട് അവളും ഗുവോണും കൂടി ചേർന്നിട്ട് ഈ മേഡം ജൂനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ സ്ഥലത്തേക്ക് വരും. അവരാണെങ്കിൽ ഒരു ഗാർഡനിലായിട്ടിരിക്കുമായിരുന്നു. എന്നാൽ അവരിങ്ങനെ ചാരി ഇരിക്കുന്ന കാണുന്നേ നമ്മളുടെ ഡൂഹി വന്നിട്ട് അവരെ തട്ടി വിളിക്കും. എന്നാൽ അവർക്ക് ഒരനക്കവും ഉണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ മേഡം ജൂ ഇപ്പം മരിച്ചു പോയായിരുന്നു. ഡൂഹി ആണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് നിലവിളിക്കും. എന്നിട്ട് നമ്മുടെ ഗുവോൻ്റെ അടുത്ത് പറയും, നീ എനിക്ക് വേണ്ടിയിട്ടൊരു സഹായം ചെയ്യോ, ഞാൻ നിനക്ക് എന്ത് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിലും സൈൻ ചെയ്ത് തരാം, ഈ മേഡം ജൂനെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവൻ വെപ്പിക്കോ. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, എന്നോട് നീ ക്ഷമിക്കണം, എനിക്ക് മരിച്ചുപോയ ഒരാളിനെ തിരിച്ച് ജീവൻ കൊണ്ടുവരാൻ ഒരിക്കലും പറ്റത്തില്ല എന്ന്. ഇത് കേൾക്കുന്നതിന് നമ്മുടെ ഡൂഹി ഭയങ്കരമായിട്ട് നിലവിളിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ ഇവരുടെ ഫ്യൂണറൽ നടക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ മേഡം ജൂൻ്റെ മോനും മോളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഫേക്കായിട്ട് കരഞ്ഞ് അഭിനയിച്ചുകൊണ്ട് നിൽക്കുക. അതേപോലെ തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഡൂഹി നിൽപ്പുണ്ട്. അവളിപ്പോൾ ഭയങ്കര തകർന്ന് നിൽക്കുമായിരുന്നു. കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് ഇവളുടെ പേരൻസ് മരിച്ച സമയത്ത് നമ്മുടെ ഈ മേഡം ജൂ അവളെ എങ്ങനെയാണ് കാണാൻ വന്നത് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൂഹി ആണെങ്കിൽ അവളുടെ പേരൻസ് മരിച്ച സമയത്ത് കരയാണ്ട് ഇങ്ങനെ മാറിയിരിക്കുമായിരുന്നു. അപ്പോൾ മേഡം ജൂ വന്നിട്ട് ചോദിക്കും, നീ എന്താ കരയാത്തെ? അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, ഞാൻ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയത്. എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വേഗം പറഞ്ഞതുകൊണ്ടാണ് അച്ഛനും അമ്മയുടെയും കാർ ആക്സിഡൻ്റ് ആയത്. ഇത് കേൾക്കുന്ന മേഡം ജൂ പറയും, അങ്ങനെയൊന്നുമില്ല, അവർ മരിക്കേണ്ടതായിരുന്നു, അതുകൊണ്ട് മരിച്ചുപോയി. അന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല, നീ നിൻ്റെ സങ്കടമെല്ലാം പുറത്ത് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഒരുമാതിരി സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹിക്ക് ദേഷ്യം വന്നിട്ട് അവൾ എഴുന്നേറ്റ് ഈ മേഡം ജൂനെ അടിക്കാനൊരുങ്ങും. പെട്ടെന്ന് തന്നെ അവരെ കണ്ണാടി താഴേക്ക് വീഴും. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത്. അതായത് മേഡം ജൂൻ്റെ കണ്ണും നല്ലതുപോലെ കലങ്ങിയിരിക്കുമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ നമ്മുടെ ഡൂഹിയുടെ പേരൻസ് മരിക്കുന്നത് വിറ്റ്നസ് ചെയ്ത ഒരാളല്ലേ. അതിനുശേഷം കാണിക്കുന്ന പ്രസന്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഡൂഹി ഇങ്ങനെ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം തന്നെ നമ്മുടെ ചാനില്ലേ അവൻ വന്നിട്ടാണെങ്കിൽ ഡൂഹി എടുത്ത് പറയും, അതായത് മേഡം ജൂ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഫിനാൻഷ്യൽ ടീമിനെയൊക്കെ വിളിച്ചു വരുത്തി കുറേ ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ മിസ്കറപ്ഷൻ ഉണ്ട്, അതിലൊരുപാട് പേരൊക്കെ ഇപ്പം മിസ്സിംഗ് ആണ് എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹിക്ക് ഭയങ്കര ഡൗട്ട് അടിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ നമ്മുടെ മേഡം ജൂൻ്റെ മോള് വന്നിട്ട് ഡൂഹിനായിട്ട് വല്ലാണ്ട് കളിയാക്കും. എന്നിട്ട് പറയും, ഇത്രയും നാൾ നിന്റെ പുറവിന് എൻ്റെ അമ്മയുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരാ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് സംസാരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൂഹിക്ക് നല്ല വിഷമമുണ്ട്. അക്കൂട്ടത്തിൽ നമ്മളുടെ ഈ മേഡം ജൂൻ്റെ മോളുടെ മക്കളില്ലേ, അവന്മാരവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് കളിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് കളിച്ച് സംസാരിക്കും. ഇതൊക്കെ കാണുന്നേ നമ്മുടെ ഡൂഹിക്ക് ഭയങ്കര ദേഷ്യം വരും. അതായത് മേഡം ജൂ മരിച്ചതിൻ്റെ പേരിൽ ആർക്കും ഒരു സങ്കടവും ഇല്ല. അങ്ങനെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറും. അതേസമയം തന്നെ വേറൊരാളെ കാണിക്കും. അതായത് നമ്മുടെ ഡൂഹിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സീരിയൽ കില്ലർ നടപ്പൂലേ, അവനും ഇപ്പം നമ്മുടെ ഡൂഹിനെ നോക്കിക്കൊണ്ട് തന്നെ അവിടെയൊക്കെ തന്നെയുണ്ട്. അവനാണെങ്കിൽ ആരും കാണാതെ CCTV കൺട്രോൾ റൂമില്ലേ അവിടേക്ക് ചെന്ന് കയറും. അതേസമയം നമ്മുടെ ഡൂഹി ആണെങ്കിൽ നമ്മുടെ ഈ മേഡം ജൂ എപ്പോഴും വന്നിരിക്കുന്ന ഒരു ഗാർഡൻ ഉണ്ടല്ലോ അവിടേക്കും വരും. അവൾ അങ്ങനെ അവിടെയായിട്ട് വന്ന് നിൽക്കുന്നേ നമ്മുടെ മേഡം ജൂൻ്റെ മോനുണ്ടല്ലോ, അവൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ മിയൂങ് എന്നാണ് കേട്ടോ. അവൻ അവിടേക്ക് വരും. എന്നിട്ട് അവനാണെങ്കിൽ സിഗരറ്റ് വലിക്കാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി പറയും, നീ എന്തുവായി കാണിക്കുന്നത്? മേഡം ജൂനാണെങ്കിൽ സിഗരറ്റിൻ്റെ മണം അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് നീ ഈ സ്ഥലത്ത് നിന്ന് മാറി സിഗരറ്റ് വലിക്കണം. അപ്പോഴാണെങ്കിൽ ഈ മിയോങ് പറയും, അതിന് ഇതിപ്പോൾ എൻ്റെ സ്ഥലമല്ലേ, ഇനിയിപ്പോൾ ഈ കമ്പനിയുടെയൊക്കെ CEO ആവാൻ പോകുന്നത് തന്നെ എൻ്റെ അച്ഛനാണ്, നീ ആരാ ഇങ്ങനെയൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് അവൻ ഒരുമാതിരി റൂഡായിട്ട് സംസാരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൂഹിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഇവനിങ്ങനെ റൂഡായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഗുവോൺ അവിടേക്ക് വരും. എന്നിട്ട് അവൻ പറയും, നീ എന്തിനാ ആവശ്യമില്ലാതെ ഇവിടെ ഒരു അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നേ, നിനക്ക് നിന്റെ കാര്യം നോക്കി പൊക്കൂടെ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഈ മിയോങ് ചോദിക്കും, അല്ല ഇതൊക്കെ പറയാൻ വേണ്ടി നീ ആരാ, നിന്റെ ഒരു ഗെറ്റപ്പൊക്കെ കണ്ടിട്ട് നീ ഒരു ബോഡി ഗാർഡാണെന്ന് തോന്നല്ലേ, ഇവളുടെ ബോഡി ഗാർഡാണോ? അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, ആണെങ്കിൽ ഇപ്പോൾ എന്താ എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ നമ്മളുടെ ഡൂഹിയുടെ കയ്യിലായിട്ട് കയറി പിടിക്കും. എന്നിട്ടാണെങ്കിൽ നമ്മളുടെ ഈ മിയോങ്ങിനെ അവിടെ നിന്നും പറഞ്ഞു വിടും. അവനാണെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റ് ആയിട്ടായിരുന്നു അവിടെ നിന്ന് പോകുന്നത്. പെട്ടെന്ന് തന്നെ അവൻ ഡോറ് തുറക്കുന്നേയും അവൻ്റെ മുഖത്തായിട്ട് ഈ ഡോറ് വന്നാൽ കടിക്കും. സത്യം പറഞ്ഞ് ഇത് കാണുന്നേ
നമ്മളുടെ ഗുവോണിനും അതേപോലെ തന്നെ ഡൂഹിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെ ആ ഗാർഡനിലായിട്ടിരിക്കും. അവിടെയായിട്ട് നമ്മുടെ ഡൂഹി പറയും, കണ്ടില്ലേ ഇതൊരു ഫ്യൂണറൽ നടന്ന സ്ഥലമാണ്, എന്നിട്ടാണെങ്കിൽ ആർക്കും അതിൻ്റെ ഒരു സങ്കടവും ഇല്ല, എല്ലാവരും ഭയങ്കര ചിരിച്ചു കളിച്ചാൽ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ മേഡം ജൂനും അറിയാമായിരുന്നായിരിക്കും, അതായത് മരിച്ചു കഴിഞ്ഞാൽ അവരെ പറ്റി ആലോചിച്ചാൽ ആരും തന്നെ സങ്കടപ്പെടത്തില്ല എന്ന്. ഇങ്ങനെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കും. എന്നിട്ട് ചോദിക്കും, നിനക്കൊരു കാര്യം അറിയാവോ, ഈ ഫ്യൂണറൽ ഹാളിൽ വരുന്ന എല്ലാവരും എന്തിനാ കറുത്ത ഡ്രസ്സ് ഇടുന്നത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ ഈ മരിച്ച ആളുടെ ആത്മാവ് ഒരിക്കലും കണ്ടുപിടിക്കത്തില്ല, നമ്മളുടെ അടുത്തുനിന്ന് ഒരുപാട് മാറിയേ നിൽക്കത്തുള്ളൂ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹി പറയും, ഓഹോ അപ്പോൾ ഇന്നത്തെ ദിവസവും ഞാൻ തെറ്റായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടത്. വേഗം തന്നെ നമ്മളുടെ ഗുവോൺ ആണെങ്കിൽ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് അവളുടെ ഡ്രസ്സ് അങ്ങ് വെള്ളയാക്കി മാറ്റും. എന്നിട്ട് അവൻ പറയും, ഇനിയിപ്പോൾ മേഡം ജൂവിൻ്റെ ആത്മാവിനെ നിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവും. അപ്പോൾ നമ്മുടെ ഡൂഹിക്ക് അത് വിശ്വസിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അവൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കുന്നത്, അവിടെയായിട്ട് ഒരു പൂമ്പാറ്റ അവളുടെ അടുത്തായിട്ട് വന്നിരിക്കും. ഇത് കാണുന്നേ നമ്മുടെ ഡൂഹിക്ക് മനസ്സിലാവും, അതായത് നമ്മുടെ മേഡം ജൂവിൻ്റെ ആത്മാവ് തന്നെയാണ് അവളുടെ അടുത്ത് വന്നതെന്ന്. അങ്ങനെ അവളാണെങ്കിൽ മേഡം ജൂവിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. അവൾ പറയും, എനിക്കിനി ഒരു തവണയും കൂടി ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ സ്നേഹിച്ച് അടികൂടി നല്ലതുപോലെ ജീവിക്കായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ മേഡം ജൂവിൻ്റെ ആത്മാവാണോ അതോ ഇതൊരു കോയിൻസിഡൻ്റ് ആണോ എന്നൊന്നും മനസ്സിലാവത്തില്ല. എന്നാൽ അവിടെയായിട്ട് മാറി നിന്ന് നമ്മുടെ ഗുവോണും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയായിട്ട് പോലീസ് ഓഫീസേഴ്സ് വരുന്നതാണ്. അവരാണെങ്കിൽ നമ്മുടെ ഈ മേഡം ജൂവിൻ്റെ ഫാമിലിനെ മൊത്തത്തിൽ പിടിച്ചിരുത്തിയിട്ട് ഒരു ഡിസ്കഷൻ പോലെ സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് ആ പോലീസുകാർ പറയും, സത്യം പറഞ്ഞാൽ മേഡം ജൂ മരിച്ചത് അറ്റാക്ക് വന്നിട്ടൊന്നുമല്ല, അവരാണെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടാ എന്ന്. ഇത് കാണുന്നേ നമ്മളുടെ ഡൂഹി പറയും, അയ്യോ ഇത് മേഡം ജൂവിന് കഴിച്ചുകൂടാത്ത മരുന്നാണ് എന്ന്. അത് ഈ ഫാമിലിയിലുള്ള എല്ലാവർക്കും അറിയാമെന്നും പറയും. ഇത് കേൾക്കുന്നതും എല്ലാവരും ഭയങ്കര ഷോക്കാകും. വേഗം തന്നെ നമ്മുടെ ഡൂഹി പറയും, ഇത് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ, ഇതിന് പിന്നിൽ ആരാന്ന് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന്. ഇത് കേൾക്കുന്നതും നമ്മളുടെ മേഡം ജൂവിൻ്റെ 2 മക്കളുണ്ടല്ലോ, 2 പേരോട് ഒരുമിച്ച് പറയാൻ തുടങ്ങും, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇനിയിപ്പോൾ മേഡം ജൂ മരിച്ചത് അറ്റാക്ക് കൊണ്ടല്ല മർഡറാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്പനീനെ തന്നെയായിരിക്കും മോശമായിട്ട് ബാധിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ എന്തൊരു ആവശ്യമില്ലാന്ന് എല്ലാവരും പറയും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹിക്ക് ഭയങ്കര ദേഷ്യം വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മക്കൾ തന്നെയല്ലേ ഇങ്ങനെ പറയുന്നത്. ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ ഡൂഹി ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. എന്നിട്ട് ഫ്യൂണറലിൻ്റെ അടുത്തായിട്ട് വന്നിട്ട് നമ്മുടെ ഡൂഹി എല്ലായിടത്തും റിവീൽ ചെയ്യും, അതായത് മേഡം ജൂ മരിച്ചത് സാധാരണ മരണമല്ല, അവരെ മർഡർ ചെയ്തതാ എന്ന്. ഇത് കേൾക്കുന്നതും എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. വേഗം തന്നെ നമ്മുടെ മേഡം ജൂവിൻ്റെ മക്കൾ വന്നിട്ട് പറയും, ഇവളെ പിടിച്ച് പുറത്താക്കുക എന്ന്. അങ്ങനെ നമ്മുടെ ബോഡി ഗാർഡ്സൊക്കെ വന്നിട്ട് നമ്മുടെ ഈ ഡൂഹിനെ പിടിച്ച് പുറത്താക്കാനായിട്ട് ഒരുങ്ങുന്നതും അവിടെയായിട്ട് വിൽപത്രം വായിക്കാനായിട്ട് തുടങ്ങും. അതായത് നമ്മളുടെ ഈ മേഡം ജൂ ആണെങ്കിൽ അവരുടെ കാലശേഷം അവരുടെ ഈ കമ്പനിയും സ്വത്തുക്കളും എല്ലാം ആരുടെ പേരിലാണ് എഴുതി വെച്ചേക്കുന്നതെന്ന്. അങ്ങനെ അതവിടെ അനൗൺസ് ചെയ്യും. അത് വേറെ ആരുടെയും പേരിലല്ല, നമ്മുടെ ഡൂഹിയുടെ പേരിൽ തന്നെ. ഇത് കേൾക്കുന്നേ മേഡം ജൂവിൻ്റെ 2 മക്കളുണ്ടല്ലോ, 2 പേരും ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കും. അപ്പോൾ അതിനകത്താണെങ്കിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡൂഹി ആണെങ്കിൽ മേഡം ജൂ മരിച്ച് 1 വർഷത്തിനുള്ളിൽ തന്നെ ഒരു കല്യാണം കഴിക്കണം, എന്നാൽ മാത്രമേ അവർക്ക് ഈ കമ്പനി സ്വന്തമാവത്തുള്ളൂ എന്ന്. ഇത് കേൾക്കുന്നതും എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൂഹിക്ക് ഇപ്പം കിട്ടിയത് നല്ലൊരു ചാൻസ് അല്ലേ. അവളാണെങ്കിൽ അപ്പോൾ വിചാരിക്കും, മേഡം ജൂവിൻ്റെ മരണത്തിന് പിന്നിൽ ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചേ അടങ്ങത്തുള്ളൂ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഡീമൻ്റെ കൂട്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്നും മനസ്സിൽ വിചാരിക്കും. കൂട്ടത്തിൽ തന്നെ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മേഡം ജൂ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് മേഡം ജൂവിൻ്റെ 2 മക്കൾക്കും അതേപോലെ തന്നെ ഡൂഹിക്കും അല്ല. അങ്ങനെ എല്ലാവർക്കും ആ ലെറ്റർ കിട്ടും. സത്യം പറഞ്ഞാൽ ഈ ലെറ്റർ കിട്ടുന്നതും നമ്മുടെ ഡൂഹിയാണെങ്കിൽ ഗുവോണിനെ നോക്കി നടന്നു വരും. എന്നിട്ട് അവൾ വിചാരിക്കും, ഇവൻ്റെ കൂട്ട് പിടിച്ചിട്ടായിരുന്നാലും ഞാൻ മേഡം ജൂവിൻ്റെ മരണത്തിൻ്റെ പിന്നിലുള്ള എന്താണെന്ന് പുറത്ത് കൊണ്ടുവരൂ എന്ന്. അങ്ങനെ അവളാണെങ്കിൽ ഒരു മടിയും കൂടാതെ നമ്മുടെ ഗുവോണിൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കും. എന്നാൽ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഒരു റിയാക്ഷനും കൊടുക്കാതെ പറ്റത്തില്ല എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നതും അവിടെ നിൽക്കുന്ന എല്ലാവരും ഭയങ്കര ഷോക്കായിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു CEO അവൻ്റെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്തിട്ട് അവനത് റിജക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കാര്യമാണോ? സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഭയങ്കരമായിട്ട് നാണം കിട്ടുപോയായിരുന്നു. അവളാണെങ്കിൽ വേറൊരു റിയാക്ഷന് കൊടുക്കാതെ വേഗം തന്നെ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. അപ്പോഴാണെങ്കിൽ നമ്മുടെ ചാൻ വന്നിട്ട് ഇവളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. ഡൂഹി നമുക്ക് എന്താന്ന് വെച്ചാൽ പോം വഴി ഉണ്ടാക്കുക എന്ന്. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല, ഞാനിവിടെ നിന്ന് പോവുക എന്ന്. എന്നാൽ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഇവളുടെ പുറകെ തന്നെ നടന്നു വരും. അപ്പോൾ നമ്മുടെ ഡൂഹി ഇവനെ തുറച്ചു നോക്കിയിട്ട് വയ്ക്കും, നീ എന്തിനാ ഇപ്പോൾ എൻ്റെ കൂടെ നടന്നു വരുന്നത്? അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, പേഴ്സണൽ കാര്യം വേറെ അല്ലാണ്ട് പ്രൊഫഷണലിസം വേറെ, ഞാനിപ്പോൾ നിൻ്റെ ബോഡി ഗാർഡല്ലേ, നിന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി, ഞാൻ അതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെയും കൊണ്ട് കാറിലോട്ട് കയറും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഡം ജൂവിൻ്റെ മക്കളില്ലേ അവരെല്ലാവരോടും നിന്ന്
സംസാരിക്കുന്നതാണ്. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഇവൾക്കെതിരെ എങ്ങനെയെങ്കിലും കേസ് കൊടുക്കണം, ഇവളാണെങ്കിൽ അമ്മയുടെ കൂടെ നിന്ന് അവസാനം സ്വത്തല്ല അടിച്ചു മാറ്റിയെന്ന്. അപ്പോൾ ഈ മേഡം ജുൻ്റെ മോൻ പറയും നമുക്കിപ്പോൾ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ നമുക്ക് തരേണ്ട എല്ലാ വീതങ്ങളും തിരിച്ചു തന്നിട്ടുണ്ട്, പോരാത്തതിന് അമ്മ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അമ്മ എന്താണെന്ന് എഴുതി വെച്ചേക്കുന്നത് അത് അതേ കണക്ക് തന്നെ നടക്കത്തേ ഉള്ളൂ എന്ന് സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്ന ആ മോക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിരുന്നു. അതേപോലെ തന്നെ ഈ മേഡം ജുൻ്റെ മോനില്ലേ, അവനാണെങ്കിൽ അവിടെ നിന്നിട്ട് പഴയ കാര്യം ആലോചിക്കും. അതായത് ഇവൻ പണ്ട് എന്തോ തെറ്റ് ചെയ്തിട്ട് അമ്മയെടുത്ത് ക്ഷമ ചോദിക്കുക. എന്നാൽ ഈ മേഡം ജു ആണെങ്കിൽ അവനെ മൈൻഡ് പോലും ആക്കത്തില്ല. അതേപോലെ തന്നെ വേറൊരു സീനിൽ കാണിക്കുന്ന നമ്മുടെ ഈ മേഡം ജുൻ്റെ മോനില്ലേ, അയാളുടെ മോനാണെങ്കിൽ നമ്മുടെ ഡൂഹിയുടെ കൂടെ അടി കൂടിയിട്ട് വീണ്ടും ആ ഗാർഡനിലായിട്ട് തന്നെ വന്ന് നിൽക്കുക. അവനാണെങ്കിൽ അവിടെ നിന്നിട്ട് നമ്മുടെ ഡൂഹി എന്താണോ പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. അതായത് സിഗരറ്റ് വലിക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ അവിടെയായിട്ട് ആ ഒരു ചിത്രശലഭത്തിനെ കൊന്നിട്ടേക്കുന്നതായിട്ടും കാണിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ഡൂഹിയും അതേപോലെ തന്നെ ഗുവോണും കൂടി കാറിൽ യാത്ര ചെയ്യുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹി എടുത്ത് ചോദിക്കും ഇത്രയും നാൾ നീ എൻ്റെ കൂടെ ഫ്രണ്ടിലല്ലായിരുന്നു ഇരിക്കുന്നത്, പിന്നെ എന്ത് പറ്റി ഇപ്പോൾ പുറകിലിരിക്കുന്നത്, നിനക്കെന്താ ഞാൻ അങ്ങനെ ചെയ്തതിൽ വിഷമമാണോ? അപ്പോൾ നമ്മുടെ ഡൂഹി പറയും അല്ല എനിക്ക് വേറെ വിഷമമൊന്നുമില്ല, ഞാനാണെങ്കിൽ നിൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് മാത്രമാണ് നീ എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചത്, അല്ലാണ്ട് ഞാൻ വേറൊന്നും മനസ്സിൽ വെച്ചിട്ടല്ലേ, എനിക്കതിൽ യാതൊരു സങ്കടവുമില്ല. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ നല്ലതുപോലെ ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല, അതിൻ്റെ ക്ഷീണമാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാൻ നോക്കും. അവസാനം നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവളുടെ മൂഡ് നേരെയാക്കാൻ വേണ്ടിയിട്ട് പാട്ടിടും. എന്നാൽ ആ പാട്ടിനകത്ത് മൊത്തം മാരേജും ലവും ഒക്കെ ആയിരുന്നു. ഇതൊക്കെ കേൾക്കുന്നതിന് നമ്മുടെ ഡൂഹി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. അവൾ അങ്ങനെ വേഗം തന്നെ അവളുടെ സ്ഥലം എത്തുന്നത് ഇറങ്ങി അങ്ങ് പോകും. സത്യം പറഞ്ഞാൽ ഇവളാണെങ്കിൽ അതിനകത്ത് നമ്മുടെ ഈ മേഡം ജു കൊടുത്ത ലെറ്റർ ഇല്ലേ അത് ഓപ്പൺ ചെയ്യാതെ വെച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ അവൾ കാറിൽ നിന്ന് ഇറങ്ങുന്നതും നമ്മളുടെ ഗുവോൺ അത് ശ്രദ്ധിക്കും. അവനങ്ങനെ ആ ലെറ്റർ എടുത്തിട്ട് ഡൂഹിക്ക് കൊടുക്കാൻ വേണ്ടി അവളുടെ പുറകെ നടന്നു വരും. നമ്മുടെ ഈ ഡൂഹി ആണെങ്കിൽ വീട്ടിനകത്ത് കയറുന്നതും അവൻ്റെ അടുത്തുണ്ടായിരുന്ന എല്ലാ ദേഷ്യവും അവൾ ആ വീടിൻ്റെ അവിടെ തീർക്കും. അവൾ സ്വന്തമായിട്ട് പറയും എന്നാലും നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടോ ഇത്രയും വലിയ പൊസിഷനിലിരിക്കുന്ന ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ നീ എൻ്റെ അടുത്ത് ഇഷ്ടമല്ല കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത്, പോരാത്തതിന് ഞാനാണെങ്കിൽ എൻ്റെ മേഡം ജു തന്ന റിംഗ് ആണ് നിനക്ക് നേരെ നീട്ടിയത്, എന്നിട്ട് നീ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചല്ലോ, നോക്കിക്കോ അവനെങ്ങാണ് എൻ്റെ കൈ കിട്ടണം, അവനെ ഞാൻ ശരിയാക്കി, ഇനി കൺമുന്നിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന മയക്കുമരുന്നെടുത്ത് അവന് ഞാൻ വെടിവെക്കും എന്നൊക്കെ നമ്മളെ ഡൂഹി ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കും. സത്യം പറഞ്ഞ് ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഗുവോണില്ലേ, അവനാണെങ്കിൽ ഇവിടെ ഡോറിൻ്റെ പുറത്തായിട്ട് വന്ന് തുറക്കാനായിട്ട് ഒരുങ്ങുമായിരുന്നു. ഇവനതെല്ലാം കേൾക്കും. അത് കേൾക്കുന്നേ അവന് മനസ്സിലാവും അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാ എന്ന്. അതുകൊണ്ട് തന്നെ അവൻ ഒരു സൗണ്ട് പോലും ഉണ്ടാക്കാണ്ട് വേഗം തന്നെ അവിടെ നിന്നങ്ങ് എസ്കേപ്പ് ആവും. പിന്നീട് കാണിക്കുന്ന കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അവിടെയാണെങ്കിൽ നമ്മുടെ ഡൂഹി ഇങ്ങനെ സ്വന്തമായിട്ട് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരു കോളിംഗ് ബെല്ലേക്കും. അപ്പോൾ അവൾ വിചാരിക്കും ഇതിനിപ്പോൾ ഗുവോൺ ആയിരിക്കും എന്ന്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ എന്തുവാ നമ്മുടെ ചാനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവനാണെങ്കിൽ അകത്തോട്ട് കയറി വരും. എന്നിട്ട് അവനാണെങ്കിൽ മേഡം ജു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കും. അവൻ പറയും അത് എല്ലാവരുടെയും മുന്നിൽ റിവീലാക്കുമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കണം മേഡം ജുവിനെ കൊന്നത് എന്ന്. അക്കൂട്ടത്തിൽ തന്നെ അവന് വേറൊരു ഡൗട്ടുണ്ട്. അതായത് എന്നാലും നമ്മുടെ ഡൂഹി ഒന്നും ആലോചിക്കാതെ ഈ ഗുവോണിനെ പ്രപ്പോസ് ചെയ്ത് എന്തിനാണ്. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഞാനും തമ്മിൽ അധികം ഒന്നും കണ്ടിട്ടില്ല എങ്കിലും അവൻ എന്നെ എപ്പോഴും ഞാൻ എന്ത് ആപത്തിലായിരുന്നാലും രക്ഷിക്കാൻ വന്നിട്ടുണ്ട്. ആ ഒരു റീസന്റെ പേരിലാണ് ഞാൻ അവനെ പ്രപ്പോസ് ചെയ്തത്. അവൻ എന്തുകൊണ്ടും പെർഫെക്റ്റ് ആണ് എന്ന് തോന്നി. ഇത് കേൾക്കുന്നേയും ചാനങ്ങ് ഒരുമാതിരിയായി പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗുവോണിനെയാണ്. അവനെ കാണുന്നത് അവൻ്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ പാർക്കിലെ അയാൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കും. അപ്പോൾ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ പറയും അതായത് ഇന്നാണെങ്കിൽ മേഡം ജുവിൻ്റെ ഫ്യൂണറലായിരുന്നു, ഞാൻ അവിടെ പോയി, അവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു, എന്നാൽ അതിനകത്ത് ഡൂഹി മാത്രമാണ് വിഷമിച്ചിരുന്നത്. അവളാണെങ്കിൽ അവസാനം എന്നെ പ്രപ്പോസും ചെയ്തു, ഞാൻ അവളുടെ അടുത്ത് ഇഷ്ടമല്ല എന്നും പറഞ്ഞു. ഇത് കേൾക്കുന്നേ പാർക്ക് ഭയങ്കര ഷോക്കായിപ്പോൾ. അയാൾ പറയും എനിക്കെന്തോ ഒരു സിനിമാ കഥ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ആ കഥയിലെ സ്റ്റോറി പറയാനായിട്ട് തുടങ്ങും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ആദ്യമേ ഭയങ്കര അടിയായിരുന്നു, അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കര ഇഷ്ടത്തിലായി. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഗുവോൺ പറയും ഈ സ്റ്റോറിയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ജസ്റ്റ് കാഷ്വലായിട്ടാണ് എൻ്റെ അടുത്ത് കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചത്, അവൾക്ക് അങ്ങനെയുള്ളൊരു ഫീലിങ്സും ഇല്ല എന്ന്. എന്നാൽ നമ്മുടെ പാർക്കാണെങ്കിൽ പറയും അങ്ങനെയൊന്നുമല്ല, ഇത് നിങ്ങൾക്കിടയിൽ നല്ലൊരു ലവ് സ്റ്റോറി നല്ലൊരു കെമിസ്ട്രി ഞാൻ കാണുന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഓരോ സിനിമയുടെ ഡയലോഗൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോണ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അവൻ ചോദിക്കും നിന്നെ ഞാൻ കുറേ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ നീ ചെയ്തോ? അപ്പോൾ നമ്മുടെ ഈ പാർക്ക് പറയും ഞാൻ എൻ്റെ ജോലിയെല്ലാം ചെയ്തിട്ടുണ്ട്, ആ ഇരിക്കുന്ന ഫയലെല്ലാം നിങ്ങൾ സൈൻ ചെയ്യാനുള്ളതാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോൺ ചോദിക്കും സൈൻ ചെയ്യാനോ? അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ പവേഴ്സ് ഇല്ലല്ലോ, അതിൻ്റെ അർത്ഥം എന്തോ ഞാൻ എൻ്റെ കൈ കൊണ്ട് സൈൻ ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര സങ്കടപ്പെട്ട് അതിങ്ങനെ സൈൻ ചെയ്യാനായിട്ടിരുങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഡൂഹിനെയാണ്.
അവിടെ നമ്മുടെ ചാനാണെങ്കിൽ ഡൂഹിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ അവൻ പറയും ഞാൻ ഇന്ന് നിൻ്റെ ഈ വീട്ടിൽ സ്റ്റേ ചെയ്യട്ടെ, ഞാനിവിടെ പുറത്തായിട്ട് കിടന്നോളാം എന്ന്. എന്നാൽ നമ്മുടെ ഡൂഹി പറയും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, എനിക്ക് എന്നെ മാനേജ് ചെയ്യാൻ പറ്റും, നീ ഇവിടെ നിന്ന് പൊക്കോന്ന് പറയട്ടെ. അവളാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ അങ്ങ് പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ അവളുടെ ഫോണൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കും. സത്യം പറഞ്ഞാൽ ഈ ചാനാണെങ്കിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഡൂഹിയുടെ ഫോൺ എടുത്തിട്ട് അവൻ്റെ നമ്പർ അതിനകത്ത് എമർജൻസി കോൾ ലിസ്റ്റിനകത്തായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഡൂഹി അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവളുടെ ഫ്രണ്ട്സ് അവൾക്ക് കുറേ മെസ്സേജ് അയച്ചേക്കും. എന്നാലും നീ പ്രപ്പോസ് ചെയ്ത ചെറുക്കൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണോ, എന്നിട്ടും അവൻ എന്തിനാ നിന്നെ റിജക്റ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. ഇത് കാണുന്നത് നമ്മുടെ ഡൂഹിക്കൊന്നും മനസ്സിലാവത്തില്ല. അവൾ അങ്ങനെ ഇന്റർനെറ്റ് എടുത്ത് വെച്ച് നോക്കാൻ നേരത്തെ ന്യൂസ് ചാനൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ഫുൾ ഇതിനെ പറ്റിയാണ് ചർച്ച. അതായത് മിറേ ഗ്രൂപ്പിന്റെ CEO ആവാൻ പോകുന്ന പെങ്കൊച്ച് ഒരു ചെറുക്കനെ പ്രപ്പോസ് ചെയ്തു, അവൻ അവളെ റിജക്റ്റ് ചെയ്തു എന്ന്. സത്യം പറഞ്ഞ് ഇത് കാണുന്നത് നമ്മുടെ ഡൂഹിക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര ദേഷ്യം വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗുവോണിനെയാണ്. അവനാണെങ്കിൽ അവിടെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പെട്ടെന്ന് തന്നെ പാർക്ക് വന്നിട്ട് പറയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആ ഡൂഹിനെ തന്നെ കല്യാണം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ നിങ്ങൾക്ക് അവളുടെ കൂടെ താമസിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് പവറും കിട്ടും, എല്ലാം കൊണ്ടും നല്ലതാ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഗുവോൺ പറയും നീ എന്തോ ഈ പറയുന്നത്, മനുഷ്യന്മാരുടെ നാശം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനെന്ന് പറയുന്നൊരു സൃഷ്ടി തന്നെ ഉള്ളത്. ഞാൻ മനുഷ്യന്മാരെ തന്നെ പ്രേമിക്കാനോ? ഈ ഹ്യൂമൻസിൻ്റെ ഇടയിലുള്ള എനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു ഫീലിംഗ് ആണ് ഈ ലവ് എന്ന് പറയുന്നത്. അതൊരിക്കലും എൻ്റെ ലൈഫിലോട്ട് വരത്തില്ല, അതിന് ഞാൻ മനുഷ്യനല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓരോരോ കാര്യങ്ങൾ പറയും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഗുവോൺ പറയും അതായത് ഈ മാസത്തിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്ക് എന്തായിരുന്നാലും പൂർണ്ണചന്ദ്രൻ വരും. ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഞാൻ എൻ്റെ പവേഴ്സ് എല്ലാം അവളുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കും, അതുവരെ എനിക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നാൽ മതിയെന്ന്. അവരിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെയായിട്ട് നമ്മുടെ യൂനയിലെ അവളാണെങ്കിൽ വാളുമായിട്ട് വരും. എന്നിട്ട് നമ്മുടെ ഗുവോണിന് നേരെ കത്തിയും പിടിച്ചു വെച്ചിട്ട് ചോദിക്കും സത്യം പറ അവൾ എന്തിനാണ് നിങ്ങളെ പ്രപ്പോസ് ചെയ്തത്, അവൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നിങ്ങളെ ഇത്രയും പബ്ലിക്കായിട്ട് പ്രപ്പോസ് ചെയ്യാൻ തോന്നിയത് എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് ദേഷിക്കും. വേഗം തന്നെ നമ്മുടെ ഗുവോൺ പറയും നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും, ഇതിനകത്ത് എൻ്റെ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് നമ്മുടെ ഡൂഹി അവനെ വിളിക്കും. എന്നിട്ട് പറയും നീ ഞാൻ പറയുന്ന സ്ഥലം വരെ എത്തിയേ പറ്റത്തുള്ളൂ, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്ന്. അങ്ങനെ അവസാനം നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിനെ കാണാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ ഡൂഹി ആണെങ്കിൽ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗുവോൺ ചോദിക്കും എന്ത് പറ്റി നീ പാതിരാത്രി സൺഗ്ലാസും വെച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്തോ, നീ എന്തോ ഒറ്റ രാത്രി കൊണ്ട് വലിയ സെലിബ്രിറ്റി ആയിപ്പോയോ? അപ്പോൾ നമ്മുടെ ഡൂഹി പറയാം അതെ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തു, നീ എന്നെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പം എല്ലാവരുടെയും ചർച്ചാ വിഷയം അതാ. സത്യം പറഞ്ഞാൽ ആദ്യം തൊട്ടേ ഈ മിറേ ഗ്രൂപ്പിനും എനിക്കും ഒരു സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം എന്തായിരുന്നാലും നിന്നെ കാരണം അതെല്ലാം പോയി കിട്ടി. അപ്പോൾ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് പറയും നോക്കിയാണ് എൻ്റെ ഫേസ് അവർ ബ്ലറാക്കി വെച്ചേക്കുവാന്ന്, എൻ്റെ ഫേസ് നല്ലതുപോലെ കാണിച്ചിരുന്നെങ്കിൽ ഞാനും കൂടി കുറച്ച് വൈറലാവത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ സംസാരിക്കും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഗുവോൺ ചോദിക്കും അല്ല എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത്രയും പേരുണ്ടായിരുന്ന സ്ഥലത്ത് നീ എന്നെ മാത്രം എന്തിനാ വന്നിട്ട് പ്രപ്പോസ് ചെയ്തത്? അപ്പോൾ നമ്മുടെ ഡൂഹി പറയും അത് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നതാ, ഞാൻ നിൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ ഗുവോൺ ചോദിക്കും സത്യം പറ നിനക്ക് കൺഫ്യൂഷൻ തന്നെ ആണോ, അതോ നിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഫീലിങ്സ് നീ സഡനായിട്ട് എൻ്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്തതാണോ? അപ്പോൾ നമ്മുടെ ഡൂഹി പറയും ഇല്ല എനിക്ക് എപ്പോഴും സിംഗിളായിട്ടിരിക്കാൻ തന്നെ ഇഷ്ടം, എനിക്ക് ആരുടെയും ഭാര്യയാവാനോ ഗേൾ ഫ്രണ്ട് ആവാനോ ഒരു ഇൻട്രസ്റ്റും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോവും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി വിചാരിക്കും നോക്കിയാണെങ്കിൽ അവൻ ഒരു ദിവസം തന്നെ എന്നെ രണ്ടാമത്തെ തവണ റിജക്റ്റ് ചെയ്യുന്നതെന്ന്. അക്കൂട്ടത്തിൽ നമ്മുടെ ഗുവോൺ അവളുടെ അടുത്ത് വിളിച്ചു ചോദിക്കും നീ ഒറ്റയ്ക്കാണോ പോകാൻ പോകുന്നത്, 2 ദിവസം മുന്നേ ആയിട്ട് ഒരുത്ത നിന്റെ ദേഹത്ത് ആസിഡ് ഒഴിക്കാൻ വന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നീ അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ നിന്നെ കൊണ്ടാക്കാം. ഉടനെ നമ്മുടെ ഡൂഹി പറയും ഓക്കെ എന്നാ പിന്നെ വണ്ടി നീ ഡ്രൈവ് ചെയ്താൽ മതി. അങ്ങനെ അവർ രണ്ടുപേരും കാറിനകത്ത് യാത്ര ചെയ്യും. അവിടെയാണെങ്കിൽ നമ്മുടെ ഡൂഹി ഓരോരോ കാര്യങ്ങൾ പറയും. അതായത് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സന്തോഷം പീസ് അതിൻ്റെ അവിടെ ഒന്നും വലിയ ആഗ്രഹമൊന്നും ഇല്ല എന്ന്. അപ്പോൾ നമ്മുടെ ഗുവോൺ ചോദിക്കും അപ്പോൾ പിന്നെ നീ ജോലി ചെയ്യുന്നത് എന്തിനാ, നിനക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ നമ്മുടെ ഡൂഹി പറയും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരൻസ് മരിച്ചതിന് ശേഷം എനിക്ക് നല്ല ബഹുമാനം ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇതൊരു ശീലമായി, അതിൻ്റെ പേരിലാണ് ഞാനാണെങ്കിൽ എപ്പോഴും ജോലി ചെയ്യുന്നത് എന്നൊക്കെ അവൾ പറയും. അങ്ങനെ അവസാനം നമ്മുടെ ഡൂഹി സംസാരിച്ച് അങ്ങ് ഉറങ്ങിപ്പോവും. നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അത് ശ്രദ്ധിക്കും, ഇവളിപ്പോൾ നല്ല സമാധാനമായിട്ട് ഉറങ്ങുമായിരുന്നില്ലേ, എന്നാൽ അവിടെ സിഗ്നൽ വീഴുന്നതും പുറകിലുണ്ടായിരുന്ന വണ്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഹോൺ അടിക്കും. നമ്മുടെ ഗുവോൺ ആണെങ്കിൽ വേഗം തന്നെ ഡൂഹിയുടെ കൈ പിടിച്ചിട്ട് ആ ബാക്കിലുണ്ടായിരുന്ന കാറുകാരുടെയൊക്കെ വായ അങ്ങ് അടപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ സൈലൻ്റ് ആയിട്ട് വേഗം തന്നെ അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന് അവളെ ഉണർത്താൻ വേണ്ടിയിട്ട് നല്ലൊരു സൗണ്ടും വയ്ക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി ചാടി എഴുന്നേക്കും. എന്നിട്ട് ചോദിക്കും ഞാൻ ഇത്തിരി മുന്നേ വരെ നിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നോ, ഇത്ര പെട്ടെന്ന് ഞാൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് എത്തിയോ? അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും പിന്നില്ലാതെ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൂഹി ഉറങ്ങുന്നതിൻ്റെ ടൈമിൽ ഗുവോൺ ആണെങ്കിൽ നമ്മുടെ മേഡം ജു എഴുതിയ ലെറ്ററില്ലേ അത് അവളുടെ ബാഗിനകത്തായിട്ട് വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവള് പുറത്തോട്ട് ഇറങ്ങി വീട്ടിലോട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും നീ ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം, ഒറ്റയ്ക്കൊന്നും പുറത്തിറങ്ങരുത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡൂഹി
ആണെങ്കിൽ റൂമിൽ വന്നിട്ട് നമ്മുടെ ഗുവോണിൻ്റെ നമ്പറില്ലേ അതാണെങ്കിൽ അവളുടെ എമർജൻസി നമ്പറിലായിട്ട് സേവ് ചെയ്ത് വെക്കുന്നതാണ്. കൂട്ടത്തിൽ തന്നെ അവൾ ബാഗ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്തോട്ട് മേഡം ജു എഴുതിയ ലെറ്ററും ഉണ്ട്. അത് അവളെടുത്ത് തുറന്ന് വായിക്കാൻ ഒരുങ്ങും. സത്യം പറഞ്ഞാൽ വായിക്കാനായിട്ട് തുടങ്ങുന്നേ നമ്മുടെ ഡൂഹി കരയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട ഡൂഹിക്ക്, നീ എന്തായിരുന്നാലും ഈ ലെറ്റർ വായിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്തായാലും നിന്റെ കൂടെ കാണത്തില്ല, ഞാൻ മരിച്ചിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ നിന്റെ ചുറ്റിനുള്ള ആൾക്കാരൊക്കെ ഭയങ്കരന്മാരാണ്. അതുകൊണ്ട് നീ ഒരിക്കലും കരയരുത്. നിന്റെ വീക്ക് സൈഡ് അവരുടെ മുമ്പിൽ ഒരിക്കലും കാണിക്കരുത്. ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. സത്യം പറഞ്ഞാൽ അവളാണെങ്കിൽ നമ്മുടെ മേഡം ജൂവിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം, അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നുള്ള രീതിയിൽ നല്ലതുപോലെ പ്രഷർ കൊടുത്തായിരുന്നു. എന്നാൽ പോലീസുകാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഡം ജൂവിൻ്റെ യഥാർത്ഥ മക്കൾ പറയാതെ അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ അവരടുത്ത് വന്നിട്ട് പെർമിഷൻ ചോദിക്കും. എന്നാൽ രണ്ടുപേരും അതിന് സമ്മതിക്കത്തില്ല. നമ്മുടെ ഡൂഹി എടുത്ത് നിനക്ക് ഇതിനകത്ത് യാതൊരു അവകാശവും ഇല്ല എന്നും പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് പുറത്താക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന മേഡം ജൂവിൻ്റെ ബോഡി ദഹിപ്പിക്കുന്നതാണ്. പിന്നീട് കാണിക്കുന്ന പ്രസൻറ്റാ. അവിടെയാണെങ്കിൽ നമ്മുടെ മേഡം ജു ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്ന തന്നെ നീ ആണെങ്കിൽ വേഗം തന്നെ ഒരു കല്യാണം കഴിക്കണം. സത്യം പറഞ്ഞാൽ നിൻ്റെ അടുത്ത് ഞാൻ കല്യാണം കഴിക്കാൻ പറഞ്ഞത് തന്നെ നിനക്കൊരു കൂട്ട് വേണമെന്ന് ആലോചിച്ചിട്ടാ. എൻ്റെ ലൈഫിനകത്ത് നീ വരുന്നതിന് മുന്നേ വരെ ഭയങ്കര ലോൺലി ആയിരുന്നു. അതുകൊണ്ട് നിൻ്റെ ലൈഫ് അതേപോലെ ലോൺലി ആവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് മോളെ നീ കല്യാണം കഴിക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നേ എന്നൊക്കെ നമ്മുടെ ഈ മേഡം ജു എഴുതിയേക്കുക. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ ഡൂഹി മേഡം ജുവിൻ്റെ കല്ലറയില്ലേ അവിടെയായിട്ട് നമ്മുടെ ഗുവോണിനെയും കൂട്ടി വരും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഒരു ഗുണ്ടേനെ കൊന്നില്ലായിരുന്നോ, അയാളുടെ കൂടെ ഉണ്ടായിരുന്ന അടിയാളന്മാരില്ലേ അവന്മാരെല്ലാവരോടും വന്നിട്ട് ആ ഗുണ്ടയുടെ കല്ലറയുടെ അടുത്തായിട്ട് നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന. എന്നിട്ട് പറയും ഞങ്ങൾ എന്തായിരുന്നാലും നിങ്ങളെ ആരാണോ കൊന്നത് അയാളെ കണ്ടുപിടിച്ച് പ്രതികാരം വീട്ടുന്നതായിരിക്കും എന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗുണ്ടകളുടെ തലവൻ എന്ന് പറയുന്ന ഈ നിൽക്കുന്ന ഒരുത്തനാണ് കേട്ടോ. അങ്ങനെ അയാളാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കും. അവരാണെങ്കിൽ നമ്മുടെ ഗുവോണിനെ പറ്റി നല്ലതുപോലെ അന്വേഷിക്കാൻ തുടങ്ങും. അന്നാണെങ്കിൽ ഇവരെല്ലാവരുടെയും അടി കൂടിയില്ലേ, അതായത് ഒരു റെസ്റ്റോറൻറ്റ് വെച്ചിട്ട്. അന്ന് നമ്മുടെ ഗുവോൺ എപ്പോഴൊക്കെയാണ് അവൻ്റെ മാജിക് പവർ യൂസ് ചെയ്തത് ആ സമയത്തുള്ള ക്ലിപ്പിംഗ്സ് ഒന്നും ഇവർക്ക് കിട്ടത്തില്ല. അങ്ങനെ ഇവനെ പറ്റി നല്ലതുപോലെ അന്വേഷിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗുവോണിനെയാണ്. അവനാണെങ്കിൽ ഇപ്പം ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവന് പഴയ ജന്മത്തിലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് വരും. ഇവനെ ആണെങ്കിൽ കുറേ ആൾക്കാർ ഈസു എന്നും പറഞ്ഞിട്ട് ഭയങ്കര റെസ്പെക്റ്റോടെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൺ ചാടി എഴുന്നേക്കും. എന്നിട്ട് അവനാണെങ്കിൽ പാർക്കിനെ കാണുന്നേ പറയും, അതായത് എനിക്ക് പഴയ കാലത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു എന്ന്. ഇത് കേൾക്കുന്നേ പാർക്ക് വയ്ക്കും. എന്നാലും നിങ്ങൾക്കിപ്പോൾ എന്തായിരിക്കും പെട്ടെന്ന് പഴയ ജന്മത്തിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്? ഇത്രയും കാലം നിങ്ങൾക്ക് ഓർമ്മയില്ലായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനാവാൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് നിങ്ങൾ ഇനിയിപ്പോൾ സാധാരണ മനുഷ്യന്മാർ എങ്ങനെയാണോ മരിക്കുന്നത് അതേപോലെ മരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രായവും ആവും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോണിന് സഹിക്കാൻ പറ്റത്തില്ല. അവരാണെങ്കിൽ ഈ പാർക്കിൻ്റെ അടുത്ത് പറയും നീ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന്. അങ്ങനെ പാർക്ക് പറയും ഓക്കെ ഞാൻ ഈ പേരിനെ പറ്റി നല്ലതുപോലെ റിസർച്ച് ചെയ്തിട്ട് വരാമെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗുവോൺ ഇപ്പം മനസ്സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവനാണെങ്കിൽ നമ്മുടെ ഡൂഹിയുടെ കൂടെ കാറിൽ യാത്ര ചെയ്യാൻ നേരത്ത് ഇവനാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അതായത് ഇവൻ്റെ ഫേസ് ഏജ് ആവുമോ, അവൻ്റെ മുഖത്തെല്ലാം ചുളിവ് വീഴുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവൻ ചോദിക്കും ഡൂഹി ഞാൻ നിൻ്റെ കൈ പിടിച്ചോട്ടെ എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇവളുടെ കൈ കയറി പിടിക്കും. അപ്പോൾ നമ്മുടെ ഡൂഹി ചോദിക്കും എന്തിനാ നീ ഇപ്പോൾ പതിവില്ലാതെ എൻ്റെ കയ്യിൽ പിടിച്ചത്, നിനക്ക് എന്താ വല്ല മാജിക്കും ചെയ്യണോ? അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും മാജിക്കൊന്നും ചെയ്യേണ്ട, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ കൈ പിടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡൂഹി ചോദിക്കും എന്നാലും അതിനൊരു കാരണം വേണമല്ലോ, എൻ്റെ കൈ അങ്ങനെ ഇങ്ങനെയൊന്നും പിടിക്കാൻ പറ്റത്തില്ല. ഓൾറെഡി നമുക്കിടയിൽ നല്ലൊരു റൂമർ നടക്കുന്നുണ്ട്, ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തു നീ എന്നെ റിജക്റ്റ് ചെയ്തു എന്ന്. എന്നിട്ട് നീ എൻ്റെ കൈയും കൂടി പിടിക്കുന്ന ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശുഭമാണ്, പിന്നെ ആൾക്കാർ പലതും പറഞ്ഞുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ തട്ടി മാറ്റും. അപ്പോൾ അവസാനം നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവളുടെ സത്യം പറയും, അതായത് എൻ്റെ പവേഴ്സ് നിൻ്റെ കയ്യിലല്ലേ, എൻ്റെ പവേഴ്സ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഞാനും സാധാരണ മനുഷ്യനല്ലാണ്ടിരിക്കത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനും നിങ്ങളെപ്പോലൊരു മനുഷ്യനായി എന്നാ, എനിക്ക് ഏജ് വെക്കുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും ഓഹോ അപ്പോൾ ഏജ് വെക്കുമെന്ന് പേടിച്ചിട്ടാണ് നീ എൻ്റെ കൈ യൂസ് ചെയ്യുന്നത്, അതായത് ഞാൻ നിനക്കൊരു ബാറ്ററിനെ പോലെയാണ്. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും അങ്ങനെയൊന്നും അല്ല, എനിക്ക് നിൻ്റെ കൈ വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യം പറഞ്ഞ് അടി കൂടാനായിട്ട് ഒരുങ്ങും. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ തന്നെയാണ് എന്നെ രക്ഷിക്കേണ്ടത്, ഇല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ ഈ പവറും പോവും നിൻ്റെ ഈ ടാറ്റുവും പോവും. അങ്ങനെ രണ്ടെണ്ണം അടി കൂടിക്കൊണ്ട് ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യും. സത്യം പറഞ്ഞ് ഇവർ വരുന്ന വഴിയിലായിട്ട് ആദ്യമേ ഒരു പിച്ചക്കാരി പോലത്തെ ഒരു ലേഡീനെ കാണിച്ചില്ലേ അവരെ കാണിക്കും. അവരാണെങ്കിൽ നമ്മുടെ ഗുവോണിനെ നോക്കിയിട്ട് പറയും ആഹാ കുഴപ്പമില്ലല്ലോ, ഇപ്പം നിങ്ങൾ നല്ല സന്തോഷത്തിലാണല്ലോ, എന്തായിരുന്നാലും ഈ സന്തോഷം അധിക കാലമൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞിട്ട്
അവരിങ്ങനെ സ്വന്തമായിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ രണ്ടുപേരുടെ ഓഫീസിലായിട്ട് വരുന്നേ. അവിടെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിയുടെ കൈ പിടിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും. രണ്ടുപേരുടെ ലിഫ്റ്റിൽ കയറും. അവിടെ നമ്മുടെ ഗുവോൺ ഇവിടെ കൈ പിടിക്കാൻ നോക്കും. എന്നാൽ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഇവന് കൈ കൊടുക്കത്തേലേ ഇവള് കൈയും കെട്ടി മാറി നിൽക്കും. അപ്പോൾ ആ ലിഫ്റ്റിലായിട്ടൊരു പരസ്യം വരും. അതായത് മനുഷ്യന്മാരൊക്കെ പെട്ടെന്നാണ് ഏജ് ആവുന്നത്, അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓരോരോ ആഡൊക്കെ കാണിക്കും. ഇത് കാണുന്നത് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് അതേ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞ് ഇതൊക്കെ നമ്മുടെ ഡൂഹി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അവരാണെങ്കിൽ വേഗം തന്നെ ലിഫ്റ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിയുടെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ട്രൈ ചെയ്യും. എന്നാൽ നമ്മുടെ ഡൂഹി ആണെങ്കിൽ അവന് കൈ കൊടുക്കാനേ റെഡി ആവത്തില്ല. അങ്ങനെ ഒരു ഈ ഓഫീസിൻ്റെ അടുത്തായിട്ട് എത്തുന്നത് നമ്മുടെ ഈ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഷിന്നില്ലേ, അവർ വന്നിട്ട് നമ്മുടെ ഡൂഹി എടുത്ത് പറയും, അതായത് നിങ്ങൾ പറഞ്ഞതുപോലെ ആ ക്യാമറയുടെ എല്ലാ ഫൂട്ടേജസും ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്ന്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡൂഹി അവരുടെ പറയും, മുന്നേ എനിക്കൊരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തില്ലായിരുന്നു, അവൻ്റെ അടുത്ത് ഒന്നുകൂടി സംസാരിക്കണം, എനിക്ക് ഒന്നുകൂടി അവനുമായിട്ട് ബ്ലൈൻഡ് ഡേറ്റ് ചെയ്യണം എന്ന്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരുടെ ഓഫീസിൽ ഇരുന്നിട്ട് നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഈ ക്യാമറയുടെ ഫൂട്ടേജസ് ഇല്ലേ അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കാനായിട്ടിരിക്കും. അതിനകത്താണെങ്കിൽ ഒരുപാട് ഫൂട്ടേജസ് ഉണ്ടായിരുന്നു. അവസാനം നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഗുവോൻ്റെ അടുത്ത് ചോദിക്കും, നിനക്കാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഈ ഫൂട്ടേജസിനകത്ത് നിന്ന് ആ മരുന്നിനകത്ത് ആരാണ് മരുന്ന് മാറ്റി വെച്ചതെന്നുള്ള കാര്യം ഒന്ന് കണ്ടുപിടിച്ച് തരുമോ? അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാനതൊന്നും ചെയ്യത്തില്ല എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഡൂഹി പറയും, നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാലല്ലേ നമുക്ക് രണ്ടുപേർക്കും നല്ല ഹെൽപ്ഫുൾ ആവത്തുള്ളൂ. നീയാണെങ്കിൽ എന്നെ ഇതിൻ്റെ പേരിൽ സഹായിച്ചു കഴിഞ്ഞാൽ നിന്നെ എപ്പോഴും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ സഹായിക്കാം, നിനക്ക് എപ്പോഴും വേണമെങ്കിലും എൻ്റെ കയ്യിൽ കയറി പിടിക്കാം. ഇത് കേൾക്കുന്നത് നമ്മുടെ ഗുവോൺ അങ്ങ് ഫ്ലാറ്റ് ആവും. അവസാനം അവനാണെങ്കിൽ നമ്മുടെ ഡൂഹിയുടെ കൈ പിടിച്ചിട്ട് അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് ഈ ക്യാമറ ഫുട്ടേജസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കും. എന്നാൽ അവനാണെങ്കിൽ അതിനകത്ത് ഒന്നും തന്നെ മനസ്സിലാവത്തില്ല. അവസാനം നമ്മുടെ ഗുവോൺ പറയും, എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു, എൻ്റെ കണ്ണൊക്കെ കഴിക്കുന്നു എന്ന്. അപ്പോൾ അവസാനം ഇവനാണെങ്കിൽ നമ്മുടെ ഡൂഹി എടുത്ത് ഇങ്ങോട്ട് പറയും, നിനക്ക് വേണമെങ്കിൽ ഞാൻ വേറൊരു സഹായം ചെയ്തു തരാം, നിന്നെ അന്ന് കൊല്ലാൻ വന്ന ഒരുത്തനില്ലേ അവൻ്റെ ഫേസ് ഞാൻ നല്ല ക്ലിയർ ആയിട്ട് കണ്ടായിരുന്നു, എനിക്കാണെങ്കിൽ അവൻ്റെ ഫേസ് വെച്ചിട്ട് അവനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹി വയ്ക്കും, നിനക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നീ ഇത്രയും കാലം എന്താ എൻ്റെ അടുത്ത് ഇക്കാര്യം പറയാഞ്ഞ്? അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, അതിന് നീ എൻ്റെ അടുത്ത് ഇങ്ങനൊരു സഹായത്തിനെ പറ്റി ഇതുവരെയും ചോദിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, ഓ അതുകൊണ്ടാണോ നീ ഇത്രയും നാൾ എന്നെ സഹായിക്കാതിരുന്നേ? അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, ഞാൻ നിന്നെ സഹായിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ പകരമായിട്ട് നീ ആണെങ്കിൽ എവിടെ പോയാലും എനിക്ക് നിൻ്റെ കൈ പിടിക്കാനുള്ള അവകാശം തരണം, അതായത് നീ എൻ്റെ കൈ തട്ടിക്കളയാൻ പാടില്ല. അവസാനം നമ്മുടെ ഡൂഹി ആണെങ്കിൽ അതിനങ്ങ് സമ്മതിച്ചു കൊടുക്കും. അങ്ങനെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിയുടെ കൈ പിടിച്ചിട്ട് അവനാണെങ്കിൽ ഈ കില്ലറിൻ്റെ ഫേസ് ഓർക്കും. എന്നാൽ നമ്മുടെ ഗുവോൻ്റെ പവർ അവിടെ വർക്ക് ആവത്തില്ല. ഗുവോൺ ആണെങ്കിൽ വിചാരിക്കും, എന്നാൽ എൻ്റെ പവറിന് എന്ത് പറ്റിയെന്ന്. പെട്ടെന്ന് തന്നെ അവൻ്റെ പവർ വേറെ ഓരോരോ കാര്യങ്ങളിൽ ചെക്ക് ചെയ്ത് നോക്കും. അതായത് പേന എടുത്ത് നോക്കും, അവിടുത്തെ കർട്ടൻ പൊക്കി നോക്കും. അപ്പോൾ അതെല്ലാം വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, എൻ്റെ പവറിനല്ല കുഴപ്പം, ആ ഫേസിന് എന്തോ കുഴപ്പമുണ്ട്, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൂഹി അവനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൺ പറയുന്നതോ ആ നിൽക്കുന്ന ഹാൻ കണ്ടില്ലേ, അയാൾ എവിടെയാണോ നിൽക്കുന്നത്, നമുക്ക് അവിടെ ഒരു ടെലിപ്പോർട്ട് ആവാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അയാളുടെ മുഖം പെട്ടെന്ന് തന്നെ മനസ്സിൽ വിചാരിക്കും. അങ്ങനെ നമ്മുടെ ഡൂഹിയും അതേപോലെ തന്നെ ഗുവോണും കൂടി ഇയാൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു കുഞ്ഞു റൂമിനകത്തായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൂഹിയുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആ കൊളീഗ്സിലെ അവർ മൂന്നുപേരോട് നിന്നിട്ട് നമ്മുടെ ഡൂഹിനെ പറ്റിയും അതേപോലെ തന്നെ ഗുവോണിനെ പറ്റിയാണ് ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയും, സത്യം പറഞ്ഞാൽ നമ്മുടെ സിഇഒയും അതേപോലെ തന്നെ ആ ബോഡി ഗാർഡിൻ്റെ ഇടയിൽ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്, അവർ കൂടെ ഭയങ്കര ക്ലോസ് ആയിട്ടായിരിക്കുന്നത്. ചില നേരത്ത് അവർ രണ്ടും കൈയും പിടിച്ചുകൊണ്ടിരിക്കുന്നതും കാണാം. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടും ഇത്രയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവരുടെ കല്യാണം ഇങ്ങനെ മുടങ്ങിപ്പോയത് എന്ന് പറഞ്ഞിട്ട് അവർ ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ഈ ഹാൻ പറയും, നമുക്കിപ്പോൾ ഒരാളെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ചെറിയൊരു ഫിസിക്കൽ ടച്ച് വന്നാൽ മതി, നമുക്ക് എപ്പോഴേ സ്പാർക്ക് അടിക്കും. എനിക്ക് തോന്നുന്നത് അവർക്കിടയിൽ അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ടെന്നാ, അതായത് ഇവിടെ ഒരു ഓഫീസ് റൊമാൻസ് ആണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് നമ്മുടെ ഡൂഹിയും അതേപോലെ തന്നെ ഗുവോണും ആ റൂമിലായിട്ട് ഇന്ന് കേട്ടോണ്ടിരിക്കുകയല്ലേ. അവർ രണ്ടും ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുക. രണ്ടുപേർക്കും നല്ല അൺകംഫർട്ടബിളും ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് രണ്ടുപേരുടെയും കൈയും ചെറുതായിട്ടൊന്ന് തൊടും. പെട്ടെന്ന് തന്നെ രണ്ടെണ്ണം പരസ്പരം അങ്ങ് മാറും. അവിടെയാണെങ്കിൽ നല്ലൊരു സൗണ്ട് കേൾക്കുന്നത് ആ കൊളീഗ്സ് ഇല്ലേ അവർ വിചാരിക്കും, എന്നാൽ ഈ റൂമിനകത്ത് ആരാ എന്നും പറഞ്ഞിട്ട് അവർ നോക്കാനായിട്ട് വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിയുടെ കൈ പിടിച്ചിട്ട് അവിടെ നിന്ന് ടെലിപ്പോർട്ട് ആവും. എന്നിട്ട് അവരെത്തുന്ന വേറൊരു പാർക്ക് കണക്കുന്ന സ്ഥലത്തോട്ടാ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഗുവോണിനെ പിടിച്ചങ്ങ് തള്ളി മാറ്റിയിട്ട് ചോദിക്കും, നിന്റെ അടുത്ത് ഞാൻ ആ ഗുണ്ടനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ ഇവരുടെ പുറകെ നടന്ന് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാനല്ല. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, നീ കണ്ടില്ലേ എൻ്റെ പവറിന് യാതൊരു പ്രശ്നമില്ല, അതായത് ആ മർഡറിൻ്റെ മുഖത്താണ് എന്തോ ഒരു ഇഷ്യൂ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഇവർക്കറിയത്തില്ലല്ലോ, അതായത് ആ സീരിയൽ കില്ലർ ആണെങ്കിൽ മാസ്ക് ഇട്ടിട്ടാ വന്നേന്ന്. അവിടെ നമ്മുടെ ഡൂഹി പറയും, ഇനി ഒരു പക്ഷേ അവനാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി വല്ലതും ചെയ്തതാണോ, അതുകൊണ്ടായിരിക്കും നിനക്ക് അവൻ്റെ ഫേസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റാതെ. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, എന്തായിരുന്നാലും നമുക്കൊരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ വീണ്ടും നമ്മുടെ ഡൂഹിയുടെ കൈ പിടിക്കാനായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, വേണ്ട നീ എൻ്റെ കൈ പിടിക്കണ്ട, ഞാൻ നിനക്ക് തന്ന ഡീൽ എന്തുവായിരുന്നു, നീ ആണെങ്കിൽ ആ മർഡറിനെ കണ്ടുപിടിച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ എൻ്റെ കൈ പിടിക്കാൻ സമ്മതിക്കാമെന്ന്. എന്നാൽ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഇത് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് കയറി അങ്ങ് പോകും. നമ്മുടെ ഗുവോൺ
അവളുടെ പുറകെ നടക്കും അവളുടെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമുക്ക് ആ കില്ലറിനെയാണ്. അവനാണെങ്കിൽ ഇപ്പൊ അടുത്തത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. കൂട്ടത്തിൽ തന്നെ അവൻ്റെ ഒരു മെസ്സേജ് വരും, അതായത് പുതിയൊരു പ്ലാൻ റെഡി ആയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡൂഹിയുടെ ഓഫീസിലുള്ള എല്ലാവരോടും ഗുവോണിനെ അവരുടെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഒരു ഗുണ്ടേനെ കൊന്നില്ലേ, അവൻ്റെ ബാക്കിയുള്ള ആ ടീംമേറ്റ്സില്ലേ അവരെല്ലാവരോടും നമ്മുടെ ഗുവോണിനെ തപ്പി നടക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അവർ ഒരു ബാറിലിരിക്കാൻ നേരത്ത് അവിടെ ഒരു വെയിറ്റർ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെച്ചു കൊടുക്കും. എന്നിട്ട് അയാൾ അങ്ങ് പോകും. ഈ വെയിറ്റർ വേറെ ആരുമല്ല, നമ്മുടെ ഡൂഹിനെ കൊല്ലാൻ നോക്കിയ ആ മർഡറില്ലേ അയാൾ തന്നെയാണ്. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൂഹിയും ഗുവോണും നിൽക്കുന്ന ഫോട്ടോയാണ്. അതിൻ്റെ പുറകിലായിട്ട് അവനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതായത് അവൻ എവിടെ വർക്ക് ചെയ്യുന്നത്, അവൻ്റെ അഡ്രസ്സ് എന്തുവാ, അങ്ങനെയുള്ള എല്ലാ കാര്യവും. അങ്ങനെ ഈ ഗുണ്ടകളാണെങ്കിൽ നമ്മുടെ ഗുവോണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ മർഡർ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുവോണിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന് സുഖമായിട്ട് നമ്മുടെ ഡൂഹിനെ കൊന്നു കളയാലോ, അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഓഫീസിലിരുന്നിട്ട് ആ ക്യാമറ ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്കും കാണിക്കും. അതായത് മേഡം ജൂനെ അന്ന് ഒരാൾ കാണാൻ വന്നു എന്ന് പറഞ്ഞില്ലേ, അതേ ആൾ തന്നെയാണ് അവരുടെ ആ ഒരു മെഡിസിൻ ബോട്ടിലായിട്ട് വേണ്ടാത്ത മെഡിസിൻസ് നിറച്ച് വെച്ചത്. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഫുട്ടേജ് ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് അയാൾ ഏത് ഭാഗത്താണോ ഈ മെഡിസിൻ നിറയ്ക്കുന്നത് ആ ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഡൂഹിനെ ചാനം വിളിക്കും. എന്നിട്ട് അവൻ പറയും, ഞാനാണെങ്കിൽ എല്ലാ തെളിവുകളും അരിച്ചു പറക്കി, എന്നാ ഇത് പ്ലാൻ ചെയ്തേക്കുന്നയാള് ഈച്ച് ആൻഡ് എവരിത്തിങ് നല്ല പക്കയായിട്ടാണ് ചെയ്തേക്കുന്നത്. ചാനാണെങ്കിൽ നമ്മുടെ ഡൂഹി എടുത്ത് ഒരു സ്ഥലത്ത് വന്ന് മീറ്റ് ചെയ്യാൻ പറയും. ഉടനെ നമ്മുടെ ഗുവോൺ പറയും, വേണ്ട വേണ്ട, ഈ സമയത്ത് നീ പുറത്തോട്ടൊന്നും പോകണ്ട, നമുക്ക് വേറൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിനെയും കൊണ്ട് നേരത്തെ പറഞ്ഞ പാർട്ടിയിലെ അവിടെ ആയിട്ട് വരും. സത്യം പറഞ്ഞാൽ ഇത് ടീംമേറ്റ്സിൻ്റെ പാർട്ടി ആയിരുന്നല്ലോ. ഈ കമ്പനിയുടെ CEO ഇരിക്കുമ്പോൾ അവരെങ്ങനെയാ അവിടെയുള്ള എല്ലാ ഗോസിപ്പുകളും പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നത് അവിടുത്തെ ടീംമേറ്റ്സ് എല്ലാം ഭയങ്കര ഷോക്കായി പോകും. എന്നിട്ട് ഇവരെല്ലാവരും ഇരുന്ന് ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഡൂഹി അവരുടെ കൂടെ ചേരും. സത്യം പറഞ്ഞാൽ ഗുവോൺ ഡൂഹിനെ എന്തിനും ഇവിടെ കൊണ്ടുവന്നേക്കുന്നതെന്ന് അറിയാവോ, അവനാണെങ്കിൽ ഇവളെ വേണം, അതായത് അവളുടെ കൈ പിടിച്ചിട്ട് ഇവന് ചാർജ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഡൂഹി അവിടെ ഇരുന്ന് ഡ്രിങ്ക് ഒക്കെ ചെയ്യാൻ തുടങ്ങും. അക്കൂട്ടത്തിൽ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിയുടെ കയ്യിൽ കയറി പിടിക്കും. അങ്ങനെ കയ്യിൽ കയറി പിടിക്കുന്ന അവിടെ ആയിട്ടൊരു പെങ്കൊച്ചുണ്ടല്ലോ, അവളാണെങ്കിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഗുവോണിൻ്റെ കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ കുടിച്ചിട്ട് അവളുടെ എന്തോ സാധനം താഴെ പോകുന്നേ, അവൾ താഴെ നിന്ന് അത് എടുക്കാൻ നോക്കുന്നതും പെട്ടെന്ന് ശ്രദ്ധിക്കും. അതായത് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിയുടെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ തന്നെ അങ്ങ് ബോധം കെട്ടി വീഴും. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെയുള്ള കൊളീഗ്സ് വയ്ക്കും, എന്നാലും ഗുവോൺ ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, ഈ മേഡം ആണെങ്കിൽ നിങ്ങളടുത്ത് പ്രപ്പോസ് ചെയ്തപ്പോൾ നിങ്ങൾ എന്താ അവരെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞാൽ? അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, അതായത് ചിക്കൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഒരു കോഴിനെ കയറി കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇത് കേൾക്കുന്നത് നമ്മുടെ ഡൂഹി അങ്ങ് ഷോക്കായിപ്പോൾ അവളിങ്ങനെ അവനെ നോക്കും. അപ്പോൾ നമ്മുടെ ഡൂഹിക്ക് മനസ്സിലാവും, അതായത് ഗുവോണിനെ സംബന്ധിച്ച് ഈ മനുഷ്യന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കുറച്ച് വസ്തുക്കൾ മാത്രമാണ്, അല്ലാണ്ട് അവൻ്റെ മൈൻഡിൽ വേറെ ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ അവളുടെ കൈ അങ്ങ് വലിച്ചെടുക്കും. എന്നിട്ട് അവന് കൈ കൊടുക്കത്തില്ല എന്നുള്ള മട്ടിലെങ്ങി ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവർ ഈ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ ഡൂഹി അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നതാണ്. ഗുവോൺ ആണെങ്കിൽ അവളുടെ പുറകെ നടന്നു വരും. എന്നിട്ട് പറയും, നോക്കിയാണ് ഈ പരിസരത്തൊന്നും ഒറ്റ മനുഷ്യരില്ല, നീ നിൻ്റെ കൈ ഒന്ന് തരുമോ, ഞാൻ നിൻ്റെ കയ്യിലൊന്ന് പിടിച്ചോട്ടെ. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, വേണ്ട വേണ്ട, നീ എൻ്റെ കയ്യിൽ പിടിക്കണ്ട, നിനക്കാണെങ്കിൽ ഞങ്ങളുടെ ഫീലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു നിസ്സാരപ്പെട്ട സംഭവമാണ്, നീ അതിനൊരു വാല്യൂം കൊടുക്കുന്നില്ല, അതുകൊണ്ട് നീ ഇനി മേലെ എൻ്റെ കൂടെ നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവനെ അങ്ങ് പറഞ്ഞു വിടും. അപ്പം നമ്മുടെ ഗുവോൺ പറയും, നീ ഈ സ്ഥലത്തൂടെ ഒറ്റയ്ക്ക് നടക്കുന്നത് അത്ര നല്ലതല്ല എന്ന്. എന്നാൽ നമ്മുടെ ഡൂഹി അത് കേൾക്കാൻ റെഡി ആവത്തില്ല. പിന്നീട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ നമ്മുടെ ഗുവോണിനെ അവിടെ കാണത്തില്ല. അവനാണെങ്കിൽ ഇപ്പോൾ വേറെ വഴി നടക്കുവാണ്. അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ നരച്ച് ഒരപ്പൂപ്പനായാലും ശരി, ഇനി അവളുടെ പുറകെ പോകുന്ന പ്രശ്നമില്ല, എനിക്ക് അവളുടെ പവർ ഒന്നും വേണ്ടാന്ന്. ഇങ്ങനെയൊക്കെ അവൻ പറയുമെങ്കിലും അവൻ്റെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഡൂഹി ഒറ്റയ്ക്കല്ലേ നടക്കുന്ന, അവൾക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞ് നടക്കാനായിട്ട് ഇരിക്കുന്നത്. അവിടെയായിട്ട് ആ ഗുണ്ടകൾ വരും. അവരാണെങ്കിൽ നമ്മുടെ ഗുവോണെ അടിച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു വരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോണ് മനസ്സിലാവും, അവൻ്റെ കയ്യിൽ ഇപ്പോൾ പവറും ഇല്ല, അവനിപ്പോൾ ഇവരോട് അടിച്ച് നിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല എന്ന്. വേഗം തന്നെ അവനാണെങ്കിൽ ആ ഗുണ്ടകളെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കും. നിങ്ങൾക്ക് എന്താ കഴിഞ്ഞ തവണ നടന്നേക്ക ഓർമ്മയുണ്ടോ, ഞാനെന്നാ പത്രം വെച്ചിട്ട് നിങ്ങളെ എന്താ ചെയ്തതെന്ന് നിങ്ങൾ മറന്നുപോയോ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇരുന്നൊരു പത്രം എടുത്ത് ഇവരെ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കും. എന്നിട്ട് ആ പത്രം എടുത്തിട്ട് അവൻ അവിടെ നിന്ന് ഓടും. സത്യം പറഞ്ഞാൽ ഈ ഗുണ്ടകൾ നമ്മുടെ ഗുവോണിനെ നല്ലതുപോലെ എടുത്തിട്ട് അടിക്കും കേട്ടോ. അവൻ്റെ തലയ്ക്കൊക്കെ നല്ല പരിക്ക് പറ്റും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൂഹിയില്ലേ, അവളും ആണെങ്കിൽ ഗുവോണിനെ തേടി തേടി വന്നായിരുന്നു. നമ്മുടെ ഗുവോണിൻ്റെ മൊബൈലും അങ്ങ് പൊട്ടിപ്പോവും. അവനാണെങ്കിൽ അവളെ വിളിക്കാനും പറ്റത്തില്ല. അവസാനം നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഗുവോണിനെ തേടി തേടി അവൻ എവിടെയാണോ ഉള്ളത് അവിടെയായിട്ട് എത്തിച്ചേരും. അവളുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അവൾ ആദ്യമേ തന്നെ വിസിലൂതിയിട്ട് അവരെ എല്ലാവരും വിരട്ടി ഓടിക്കാൻ നോക്കും. എന്നാൽ അവന്മാർക്കൊന്നും ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവൾ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലത്തെ ഒരു ഡിവൈസ് എടുക്കും. എന്നാൽ അത് നല്ലതുപോലെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡൂഹി ആണെങ്കിൽ അവളുടെ കയ്യിലിരുന്ന ഒരു ഫോഗ് വരുന്ന പോലത്തെ ഒരു സംഭവം എടുക്കും. എന്നിട്ട് അവൾ അത് വെച്ചിട്ട് വേഗം തന്നെ ഇവന്മാരെ കണ്ണിലൊക്കെ അടിച്ചിട്ട് നമ്മുടെ ഗുവോണില്ലേ അവൻ നിൽക്കുന്ന അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അവനായിട്ട് ഇവളുടെ കൈ അങ്ങ് കൊടുക്കും. ഇവളുടെ കയ്യിൽ കയറി പിടിക്കുന്ന നമ്മുടെ ഗുവോണിന് പവർ കിട്ടും. അവൻ്റെ ആണെങ്കിൽ ആ മുറിവ്
നെർവ് എല്ലാം അങ്ങ് ഉണങ്ങും. എന്നിട്ട് നമ്മുടെ ഗുവോൺ ചോദിക്കും, നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയാവോ എന്ന്. എന്നിട്ട് അവനൊരു ഡാൻസിൻ്റെ പേരും പറയും. സത്യം പറഞ്ഞില്ല, കപ്പിൾസ് നിന്നിട്ട് നല്ലതുപോലെ ഡാൻസ് കളിക്കുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിയുടെ കൂടെ നിന്നിട്ട് നല്ലപോലെ ഡാൻസ് കളിക്കും. കൂട്ടത്തിലാണെങ്കിൽ ആ ഗുണ്ടകളും അതിനകത്ത് പാട്ടുപാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യും. സത്യം പറഞ്ഞാൽ ഇത് കാണാൻ നല്ല രസമാണ്. അവസാനം നമ്മുടെ ഗുവോണും ഡൂഹിയും കൂടി ചേർന്നിട്ട് അവന്മാരെ എല്ലാം അടിച്ച് ശരിയാക്കും. നമ്മുടെ ഗുവോണിൻ്റെ കയ്യിൽ നല്ല പവേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നല്ല നല്ല വെട്ടങ്ങളൊക്കെ വന്ന് അത് കാണാനേ നല്ല ഭംഗിയാണ്. സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ അടി കൂടിക്കൊണ്ട് നിൽക്കുന്നത് അവിടെ മാറി നിന്നിട്ട് നമ്മുടെ ആ മർഡറില്ലേ അവനാണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക. അതായത് നമ്മുടെ ഗുവോണ് സൂപ്പർ പവേഴ്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹി എടുത്ത് പറയും, നമ്മൾ ഈ ഡാൻസ് കളിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വിശ്വാസം വേണം എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ ഡൂഹിനെ വെച്ചിട്ട് തന്നെ ഇവന്മാരെല്ലാം അടിച്ച് നേരെയാക്കും. കൂട്ടത്തിൽ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ നമ്മുടെ മിസ്റ്റർ പാർക്കില്ലേ അവൻ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് പഴയ സിനിമയിലെ നായകനെയൊക്കെ പറ്റിയിട്ട്. ഗുവോൺ ആണെങ്കിൽ അവൻ്റെ പവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെയായിട്ട് നല്ലൊരു പൂമഴ തന്നെ പെയ്യിക്കും. എന്നിട്ട് നമ്മുടെ ഗുവോൺ പാർക്ക് പറഞ്ഞ കാര്യങ്ങളിരുന്ന് ആലോചിക്കും. അതായത് ഡാൻസ് കളിക്കുന്ന പാർട്ട്ണറിൻ്റെ കണ്ണിൽ എപ്പോഴും നല്ല കോണ്ടാക്റ്റ് വെച്ചേക്കണം. അവരെ കണ്ണും തമ്മിൽ ഒരിക്കലും മാറിപ്പോവാൻ ഇടയാവരുത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് ഒരിക്കലും ഇഷ്ടത്തിലാവരുത്. അതായത് അവരുമായിട്ട് ഒരിക്കലും ലവിലാവരുത് എന്ന്. ഇതും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിയുടെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. നമ്മുടെ ഗുവോണിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കൂടിയായിരുന്നു. അവന് തന്നെ മനസ്സിലാവത്തില്ല ഇത് എന്ത് ഫീലിംഗ് ആണ് അവനിപ്പോൾ ഫീൽ ചെയ്യുന്നതെന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.